ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് പീരിയോഡിക് ടേബിൾ അല്ലെ. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ആ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിന്റെ കണ്ടന്റ് നമുക്കൊന്ന് ഓർഡറിലൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആ പീരിയോഡിക് ടേബിളിന്റെ ആദ്യത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാം. മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെ. മോഡേൺ പീരിയോഡിക് ടേബിളില് മെയിൻ ആയിട്ട് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ഓർത്ത് വെക്കാൻ ചോദിക്കും. അപ്പോ എന്തൊക്കെ ബ്ലോക്സുകളാണ് നമ്മൾ നോക്കിയത് ലാസ്റ്റ് ക്ലാസ്സിൽ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് അല്ലെ, ഓർത്ത് വെക്കാം. അപ്പോ ഇത് നമ്മൾ ഹെഡിങ്സ് ആയിട്ട് എഴുതിയ സമയത്ത് എസ് ബ്ലോക്ക് അതിലെ ഫസ്റ്റ് ഗ്രൂപ്പിന് ഡാഷ് എലമെന്റ് എന്നാണ് വിളിച്ചത്. അമൽ പറഞ്ഞേ. എസ് ബ്ലോക്ക് അതിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ഈസ് നോൺ ആസ് ഡാഷ്. എന്തായിരുന്നു? ആൽക്കലി മെറ്റൽ അല്ലെ, ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് ക്രിസ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു ക്രിസ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽ അല്ലെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതാണ് ആക്ച്വലി വരുന്നത്. ദെൻ എസ് ബ്ലോക്കും പി ബ്ലോക്കും ടുഗദർ ആയിട്ട് നമ്മൾ ഒരു പേര് വിളിച്ചു അല്ലെ. അമൻ, എന്തായിരുന്നു എസ് ബ്ലോക്കും പി ബ്ലോക്കും ടുഗദർ ആയിട്ട് വിളിച്ച നെയിം? ഇത് മൈക്കോൺ ആക്കിയിട്ട് പറ. മൈക്കോൺ ആക്ക് എന്നിട്ട് പറഞ്ഞു. എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് ടുഗദർ ഈസ് നോൺ ആസ് എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് ടുഗദർ ഈസ് നോൺ ആസ് എന്തായിരുന്നു? ഒന്ന് വായിച്ചു നോക്കിയ ഫസ്റ്റ് പോയിന്റ് എഴുതിയുണ്ട് പി ബ്ലോക്കില്. റെപ്രസെന്റേറ്റീവ് എലമെന്റ് അല്ലെ, ഓർത്ത് നോക്കാം. റെപ്രസെന്റേറ്റീവ് എലമെന്റ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പി ബ്ലോക്കില് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു 18th ഗ്രൂപ്പ് എലമെന്റ് അല്ലെ. 18th ഗ്രൂപ്പ് എലമെന്റിനെ നമ്മൾ ഒരു പേര് വിളിച്ചു അല്ലെ. എന്തായിരുന്നു 18th ഗ്രൂപ്പ് എലമെന്റിനെ? പീറ്റർ എന്ന് പറയുന്ന പ്രൊഫൈലില് വീഡിയോ ആണ് കേട്ടോ. അർജുൻ, പീറ്റർ, ക്രിസ്റ്റീൻ. അങ്ങനെയാണെങ്കിൽ മെസ്സേജ് അയക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അർജുൻ ഓർത്ത് നോക്കാം. നോബിൾ ഗ്യാസ് അല്ലെ. അർജുൻ വേ പറഞ്ഞേ. 17th ഗ്രൂപ്പ് എലമെന്റ് ഈസ് നോൺ ആസ് ഡാഷ്. മൈക്കോൺ ആക്കിയിട്ട് പറ. മൈക്കോൺ ആക്കാതെ എന്ത് പറയാ? ഹാലജൻ അല്ലെ, ഓർത്ത് നോക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ. ദെൻ ക്രിസ്ത്യൻ വീഡിയോ ഓൺ ആക്കണം കേട്ടോ. ദെൻ അതില് 16th ഗ്രൂപ്പ് എലമെന്റ്സിനെ വിളിച്ച പേരെന്തായിരുന്നു? 16th ഗ്രൂപ്പ് എലമെന്റ് ചാൽക്കജൻസ് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ ഓർത്ത് നോക്കാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെയിൻ ആയിട്ട് നോക്കിയത്. എഫ് ബ്ലോക്ക് വരെ നമ്മൾ എഴുതി. ട്രാൻസ് യുറേനിയം എലമെന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് എഴുതിയത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതിനൊന്ന് റിവൈസ് ചെയ്തതാണ് നമ്മളിപ്പോ അല്ലെ. ഓക്കെ, അപ്പോ ഇന്നത്തെ ഹെഡിങ്സ് നമുക്ക് ഇനി മെയിൻ ആയിട്ട് ഇതിൽ ട്രെൻഡ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. ഈ പീരിയോഡിക് ടേബിളിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ട്രെൻഡ്സ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതിൽ ഒരു കാര്യം കൂടി നമുക്ക് എഴുതാനുണ്ട്. ഇതിൽ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ആൻഡ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്സ് ഉണ്ട്. അതും കൂടി എഴുതാം കേട്ടോ. ഓർത്തോ, ഹെഡിങ് എഴുതി വെക്കാം. മെറ്റൽ, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് എഴുതി വെക്കാം. മെറ്റൽസ്, നോൺ മെറ്റൽ ആൻഡ് മെറ്റലോയിഡ്സ് കേട്ടോ. പുതിയ ഹെഡിങ് ആണ്. മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് അണ്ടർലൈൻ ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ മെറ്റലിന്റെ കാര്യമാണ് എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എഴുതുന്ന പോയിന്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. മെറ്റൽസ് more than 78% of metals, more than 78% of metals, more than 78% of all non-element, KNOWN, non-element metals, more than 78% of all non-element, and appear on the left side of the periodic table. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? എസ് ബ്ലോക്ക് അല്ലെ, ആൻഡ് ഡി ബ്ലോക്ക്. അപ്പൊ എസും ഡിയും കംപ്ലീറ്റ് ആയിട്ട്, ഡി ആൻഡ് എഫ് ഓർത്ത് നോക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട്
മെറ്റൽസ് ആണ്. എസ് ബ്ലോക്ക് ഫുള്ള് മെറ്റൽ ആണ്. അതുപോലെ തന്നെ ഡി ആൻഡ് എഫ് അല്ലെ മെറ്റൽസ് ആണ്. അപ്പൊ അതാണ് അവര് പറയുന്നത് കേട്ടോ. മെറ്റൽസ് more than 78% of all non-elements and appear on the left side of the periodic tables. Then മെറ്റലിൽ വരുന്ന എക്സെപ്ഷൻ നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് അടുത്ത ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതി വെക്കേണ്ടത്. ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം. മെറ്റൽ ആർ യൂഷ്വലി സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. നെക്സ്റ്റ് പോയിന്റ്, മെറ്റൽസ് ആർ യൂഷ്വലി സോളിഡ് അറ്റ് room temperature. Metals are usually solid at room temperature. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. മെർക്കുറി ഈസ് ആൻ എക്സെപ്ഷൻ. മെർക്കുറി നമുക്കറിയാം ലിക്വിഡ് ആണ്. അപ്പൊ മെർക്കുറി ഈസ് ആൻ എക്സെപ്ഷൻ. മെർക്കുറി ഈസ് ആൻ എക്സെപ്ഷൻ. Within bracket mercury is an exception, comma gallium and cesium. Gallium and cesium, Ga alle Ce, gallium Ga and cesium Ce. Gallium and cesium also have very low melting point. Very low melting point. Very low melting point. വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് കേട്ടോ. നോക്കാം മെറ്റൽസ്. അപ്പൊ നമ്മുടെ ഹെഡിങ്സ് അറിയാം. മെറ്റൽ, നോൺ മെറ്റൽ ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പൊ ആദ്യം മെറ്റൽസ്, അതിന് കഴിഞ്ഞിട്ട് ഇനി നോൺ മെറ്റൽസ് എവിടെയാണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്പോ 2 പോയിന്റ്സ് കഴിഞ്ഞു. തേർഡ് പോയിന്റ്സിൽ നോൺ മെറ്റലിനെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് അടുത്ത ലൈനിൽ എഴുതി വെക്കാം. നോൺ മെറ്റൽസ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദി ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. Top right hand side of the periodic table. Top right hand side of the periodic table. Top hand right side of the periodic table. നെക്സ്റ്റ് നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടി ഒരു കാര്യം എഴുതണം. നമുക്ക് അത്രേ ഉള്ളൂ. നോൺ മെറ്റൽസ് ആർ യൂഷ്വലി സോളിഡ് ഓർ ഗ്യാസസ്. നമുക്കറിയാം മെറ്റൽ ഗ്യാസ് ആവില്ല അല്ലെ. നോൺ മെറ്റലില് നമുക്കറിയാം നൈട്രജൻ ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, ഫ്ലൂറിൻ ഗ്യാസ് ആണ്, ഹീലിയം ഗ്യാസ് ആണ് അല്ലെ. പുറത്തു നോക്കാം, നിയോൺ ഗ്യാസ് ആണ്. അപ്പോ അവര് നോൺ മെറ്റൽസുകൾ എന്ന് പറയുമ്പോൾ ഉള്ള കാറ്റഗറിയിലാണ് ഗേഷ്യസ് ആയിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ഗേഷ്യസ് അല്ലെങ്കിൽ സോളിഡ് ആ രീതിയിലാണ് നോർമലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് എഴുതാൻ പോകുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നോൺ മെറ്റൽ ആർ യൂഷ്വലി സോളിഡ് ഓർ ഗ്യാസസ് അറ്റ് റൂം ടെമ്പറേച്ചർ. നോൺ മെറ്റൽസ് ആർ യൂഷ്വലി സോളിഡ് ഓർ ഗ്യാസസ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചർ, ഫുൾ സ്റ്റോപ്പ്. They are poor conductor of heat and electricity. They are poor conductor of heat and electricity. Poor conductor of electricity. Okay, അപ്പോൾ മെറ്റൽ കഴിഞ്ഞു, നോൺ മെറ്റൽ കഴിഞ്ഞു. ഇനി നമുക്ക് മെറ്റലോയിഡ്സിന്റെ ഒരു ഏരിയ ആണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് അടുത്ത ഇതായിട്ട് എഴുതി വെക്കുക. അടുത്ത് മെറ്റലോയിഡ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. മെറ്റലോയിഡ്സ് കേട്ടോ. നെക്സ്റ്റ് മെറ്റലോയിഡ്സ്, സബ് പോയിന്റ് ആയിട്ട് മെറ്റലോയിഡ്സ് എന്നൊരു ഹൈഫൺ എഴുതി വെക്കാം. ദ എലമെന്റ് സിലിക്കൺ, ദ എലമെന്റ്സ് സിലിക്കൺ, ജെർമേനിയം. ദ എലമെന്റ് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ആന്റിമണി ആൻഡ് ടെലൂറിയം. ആൻഡ് ടെലൂറിയം റിപ്പീറ്റ് ചെയ്യാം. ദ എലമെന്റ്സ് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി ആൻഡ് ടെലൂറിയം. And tellurium.
tellurium. Bordering 6-Ag, ZIG, ZAG, 6-Ag line across the periodic table. ഒരു 6-Ag പാറ്റേണിലാണ് പീരിയോഡിക് ടേബിൾ ഇവര് എക്സിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇത്രയാണ് നമുക്ക് വരുന്ന ജനറൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സുകളായിട്ടുള്ള മെയിൻ ആയിട്ട് വരുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി ഫൈൻഡ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പീരിയോഡിക് ടേബിൾ വരച്ചതാണ്. ഇനി നമുക്ക് ഈ പീരിയോഡിക് ടേബിളിലെ ജനറൽ ആയിട്ട് വരുന്ന ട്രെൻഡുകളാണ് നോക്കുന്നത് കേട്ടോ. അടുത്ത ഹെഡിങ് ഒന്ന് എഴുതി വെക്കുക. പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. നെക്സ്റ്റ് ഹെഡിങ് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. ഈ ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും വരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഹെഡിങ് എഴുതി നോക്കാം കേട്ടോ. പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ വരച്ച ആ പീരിയോഡിക് ടേബിൾ തന്നെയാണ്. അപ്പോൾ ആ ട്രെൻഡ്സ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ് ഒരു പേന ഒന്ന് എടുത്തിട്ട് വരട്ടെ കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ വരച്ച പീരിയോഡിക് ടേബിള് അതിന്റെ ജനറൽ ആയിട്ട് വരുന്ന ട്രെൻഡുകളാണ് നോക്കുന്നത്. നമുക്കറിയാവുന്ന ആ പീരിയോഡിക് ടേബിൾ തന്നെ. ഹൈഡ്രജന് മിഡിൽ എക്സ്ക്ലൂസീവ് പൊസിഷൻ ആണ് ഹൈഡ്രജൻ. അപ്പോൾ ഇത് എസ് ബ്ലോക്ക്, ഇത് ഡി ബ്ലോക്ക് എലമെന്റ്, ഇത് പി ബ്ലോക്ക് എലമെന്റ്, എഫ് ബ്ലോക്ക് താഴെ. അപ്പോ ഇവിടെ നിന്ന് ഓർത്ത് വെക്കാം, നമ്മൾ പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തിട്ട് കമ്പാരിസൺ ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും പീരിയോഡിക് ടേബിൾ ഉണ്ട് അല്ലെ, ഓർത്ത് വെക്കാം. നമ്മൾ വരച്ചേക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് വരച്ചു മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം അല്ലെ, ഓർത്ത് വെക്കാം. ഇവിടെ സോഡിയം, ദെൻ പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം. എസ് ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നത്. പി ബ്ലോക്കിലാണെങ്കിൽ ബോറോൺ, തൊട്ടു താഴെ അലൂമിനിയം, ഗാലിയം, കാർബൺ, സിലിക്കൺ, ജർമേനിയം, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആഴ്സനിക്, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ. ഡി ബ്ലോക്ക് അവിടെ നിൽക്കട്ടെ.
അപ്പൊ ഇതില് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. നമ്മൾ മെറ്റാലിക് പ്രോപ്പർട്ടി കമ്പയർ ചെയ്തു അല്ലെ, ഓർത്ത് നോക്കാം. മെറ്റാലിക് പ്രോപ്പർട്ടി കമ്പയർ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു മെറ്റാലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സമയത്ത് ഓക്കെ ഈ എസ് ബ്ലോക്ക് മുഴുവൻ മെറ്റൽ ആണ്. ഈ ഡി ബ്ലോക്കിൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം ഒക്കെ ഉണ്ട് അല്ലെ. അവരെല്ലാം എന്ത് തന്നെയാണ്? മെറ്റൽസ് ആണ്. ഇതുപോലെ എല്ലാ ട്രെൻഡുകൾ ഇനി നമ്മൾ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ട്രെൻഡുകൾ എന്ന് പറഞ്ഞാൽ ആറ്റമിക് സൈസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി എടുക്കുന്ന ടോപ്പിക്സിന്റെ കണ്ടന്റുകൾ ഒന്ന് പെട്ടെന്ന് ഓർഡറിൽ പറയാം കേട്ടോ. മൈൻഡിൽ ഒരു ഐഡിയ വേണം, ഇപ്പൊ തന്നെ ചോദിക്കുകയും ചെയ്യും കേട്ടോ. സൈസ് ശ്രദ്ധിക്കുക, അത് മറക്കരുത്. അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാം പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിലാണെങ്കിൽ ഇതിങ്ങനെ ഹെഡിങ്സ് കുറേ എഴുതി പോകും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ സൈസ് മറക്കരുത്. അത് മറക്കാതിരുന്നാൽ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഈ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയും. ലെഫ്റ്റ് ടു റൈറ്റ് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോ സൈസ് എന്താവും? ഡിക്രീസസ്. സൈസ് ഡിക്രീസ് ചെയ്യും, സൈസ് കുറയും, സൈസ് ഡിക്രീസസ്. അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഇനി ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോ സൈസ് ഇൻക്രീസ് ചെയ്യും, സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഡിക്രീസ് ചെയ്യുന്ന കാരണം പറയുന്നത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അതാണ് ആറ്റമിക് സൈസ് ഓർ റേഡിയസ് എന്ന് പറയുന്ന ഒറ്റ ടോപ്പിക്കിൽ നമ്മൾ കൊണ്ടുവരുന്നത്. ഡൗൺ ദ ഗ്രൂപ്പിൽ വരുമ്പോൾ ഷെൽ ഇൻക്രീസ് ചെയ്യും, KLM എന്ന് പറയുന്ന ഷെൽ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഷെൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യും. അവിടെ ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണൈസേഷൻ എന്താൽപി, ഇലക്ട്രോ ഗെയിൻ എന്താൽപി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി, ഇങ്ങനെയുള്ള ടേമുകളാണ് ഇനി നമ്മൾ നോക്കുന്നത് പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ. അപ്പൊ ഹെഡിങ്സ് എഴുതിയിട്ട് ഈ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പുറത്തു നോക്കാം. അപ്പൊ ഇത് പഠിച്ച് എന്തിനാ ഇങ്ങനെ പഠിക്കണേ? അവർ തരുന്നത് ഇതായിരിക്കും, കാർബൺ ആൻഡ് സിലിക്കൺ വിച്ച് ഈസ് മോർ സൈസ്. അങ്ങനെയായിരിക്കും. ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ് കേട്ടോ, അർജുനാണ് പറയാൻ പോകുന്നത്. കാർബൺ ആൻഡ് സിലിക്കൺ വിച്ച് ഈസ് മോർ സൈസ്, ബിഗർ. പറഞ്ഞു അർജുൻ, വീഡിയോ ഇതാക്കിയിട്ട് ഉറക്കനെ പറ. സിലിക്കൺ അല്ലെ, ഓർത്ത് നോക്കുക. എന്തുകൊണ്ടായിരിക്കും അർജുൻ അങ്ങനെ പറഞ്ഞല്ലേ? താഴേക്ക് പോകുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ ഒരു ഐഡിയയിലാണ്. ക്രിസേ, ബോറോൺ ആൻഡ് നൈട്രജൻ വിച്ച് ഈസ് മോർ സൈസ്, ബോറോൺ. കണ്ടോ, ഓർത്ത് നോക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഡിക്രീസ് ചെയ്യും. ആ കൺസെപ്റ്റ് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് ഫസ്റ്റ് എഴുതുന്നത്. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്. ദെൻ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് മുഴുവൻ എക്സെപ്ഷൻ ആണ്. ഇതിൽ നിന്ന് നമ്മൾ ജനറൽ ട്രെൻഡിൽ നിന്ന് വരുന്ന വേരിയേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഏകദേശം ട്രെൻഡുകൾ ഇന്ന് നമുക്ക് തീർക്കണം. ഓക്കെ, അപ്പൊ ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ. ഹെഡിങ് നമ്മൾ ജനറൽ ഹെഡിങ് എന്താ എഴുതി വെച്ചേക്കുന്നത്? പീരിയോഡിക് ട്രെൻഡ്സ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. അതിൽ ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം ആറ്റമിക് റേഡിയസ് ഓർ സൈസ്. രണ്ടും ഒറ്റ ഹെഡിങ് ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. ആറ്റമിക് റേഡിയസ് ഓർ സൈസ്, ആറ്റമിക് റേഡിയസ് ഓർ സൈസ്, ആറ്റമിക് റേഡിയസ് ഓർ സൈസ്. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഓർത്ത് വെക്കാം. ആദ്യത്തെ പോയിന്റ് എഴുതി വെക്കാം. ഇനി പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ്, ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എഴുതിയാൽ മതി. ഇനി പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ്, ഇനി പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റമിക് റേഡിയസ് ഓർ സൈസ് ഇൻക്രീസസ്. ഇനി പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റമിക് സൈസ് ഓർ റേഡിയസ്, സോറി, decreases കേട്ടോ. atomic size or radius decreases in a periodic table. Left to right atomic size or radius decreases കുറയും. full stop കേട്ടോ, ഓർത്ത് നോക്കാം. this is due to എന്റെ റീസൺ ആണ് എഴുതുന്നത് അല്ലെ. this is due to the effective nuclear charge. This is due to effective nuclear charge. Effective nuclear charge increases. Effective nuclear charge increases. First point കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് അങ്ങനെ എഴുതി വെക്കാം. അടുത്ത ലൈനിൽ എഴുതി വെക്കാം. In a periodic table down the group, in a periodic table down the group,
in a periodic table down the group, size increases. Size increases. Stop. This is due to and the reason ആണ് this is due to shell increases. Shell കേട്ടോ ഓർത്ത് നോക്കുക. Shell increases. ബ്രാക്കറ്റിൽ KLM എന്ന് കൊടുക്കണം. Shell increases. പ്രിൻസിപ്പൽ കോൺടാക്ട് നമ്പർ ആണ്. Shell increases. This is due to shell increases in down the group. Shell increases down the group. Shell increases down the group. കേട്ടോ ഓർത്ത് നോക്കുക. അത്ര എഴുതി വെക്കുക. ദെൻ ഇതിൽ തന്നെ ഒരു ചെറിയൊരു പോയിന്റ് വരുന്നത് അയണിക് റേഡിയസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അതിൽ നിന്ന് ടെക്സ്റ്റ് ബാക്കില് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇതിന്റെ സബ് ഹെഡിങ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഹെഡിങ് ആണ് അറ്റോമിക് സൈസ് ആൻഡ് റേഡിയസ്. അതിന്റെ അണ്ടറിൽ വരുന്ന സബ് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. സബ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. സബ് പോയിന്റ് അയണിക് റേഡിയസ് എന്ന് പറയുമ്പോൾ അതിലെന്താ വരുന്നത്? കാറ്റയോൺ ആൻഡ് അനയോൺ ആണ്. അതിൽ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൽ നിന്ന് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം പോസിറ്റീവ്. അങ്ങനെ വന്നാൽ കാറ്റയോണിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിനേക്കാളും. ആനയോണിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഇതാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുന്നത്. അപ്പോൾ സബ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം അയണിക് റേഡിയസ്. അണ്ടർലൈൻ ചെയ്യാം അയണിക് റേഡിയസ്. അയണിക് റേഡിയസ്. ഇതിന് താഴെ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. The removal of an electron from an atom, the removal of an electron from an atom, the removal of an electron from an atom result in the formation of a cation. Result in the formation of a cation. Result in the formation of a cation. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക സൈസ് ഡിക്രീസസ്. സൈസ് കുറയും അല്ലെ, ഓർത്ത് വെക്കുക. ന്യൂട്രലിനേക്കാളും സൈസ് എന്തായിരിക്കും? ലോവർ ആയിരിക്കും. സൈസ് ഡിക്രീസസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. whereas gain of an electron leads to an anion. whereas റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓൺലൈനിലാണ്, നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. The removal of an electron from an atom result in the formation of a cation. വിത്തിൻ ബ്രാക്കറ്റില് എന്തായിരിക്കും? സൈസ് ഇൻക്രീസസ്, സൈസ് ഡിക്രീസസ്. കാറ്റയോൺ ആണ്, സൈസ് എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. whereas gain of an electron, gain കേട്ടോ ഓർത്ത് നോക്കുക. gain of an electron leads to an anion. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. ആനയോണിന്റെ സൈസ് എന്ത് പറ്റും? ഇൻക്രീസസ്. സൈസ് ഇൻക്രീസസ് കേട്ടോ. ആനയോൺ ആകുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യും. സൈസ് ഇൻക്രീസ് ചെയ്യും കേട്ടോ ഓർത്ത് നോക്കുക. അപ്പൊ ആനയോണ് സൈസ് കൂടും, കാറ്റയോണ് സൈസ് അല്ലെ ന്യൂട്രലിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ന്യൂട്രലിനേക്കാളും കുറവായിരിക്കും കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോ എക്സാമ്പിൾ ഒക്കെ വേണമെങ്കിൽ അപ്പൊ തന്നെ എഴുതി വെച്ചോ കേട്ടോ ഓർത്ത് നോക്കുക. ഇവിടെ നോക്കിയേ, സോഡിയം കണ്ടോ ഓർത്ത് നോക്കാം. അത് Na+ ആകും അല്ലെ. Na+ എന്ന് പറഞ്ഞാൽ കാറ്റയോൺ ആണ്. 1 ഇലക്ട്രോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്യും കണ്ടോ ഓർത്ത് നോക്കാം. അപ്പോ സോഡിയത്തിന്റെ സൈസ് അല്ലെ ഓർത്ത് നോക്കുക. കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? സൈസ് ഡിക്രീസസ് ആവും അല്ലെ. അപ്പൊ സൈസിന്റെ ഓർഡർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ സൈസിന്റെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സൈസിന്റെ ഓർഡർ അല്ലെങ്കിൽ റേഡിയസിന്റെ ഓർഡർ, സൈസ് ഓർ റേഡിയസ് എങ്ങനെ വരും?
Na പ്ലസ് അല്ലെ സ്മോളർ ആയിരിക്കും, Na ബിഗർ ആയിരിക്കും. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ Na പ്ലസ് സ്മോളർ ആയിരിക്കും എന്നേക്കാളും. കേട്ടോ, ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ, ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് എക്സാമ്പിൾ നമുക്ക് നേരെ തിരിച്ചെഴുതാം. ക്ലോറിന്റെ കാര്യം. ക്ലോറിൻ പ്ലസ് 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാണ്, Cl മൈനസ്. കണ്ടോ, ഓർത്ത് നോക്കുക, Cl മൈനസ്. അപ്പോ ഇതിലെന്ത് വരും? Cl മൈനസ് ബിഗർ സൈസ് ആവും. കണ്ടോ, ആരെക്കാളും? Cl-നേക്കാളും. കേട്ടോ, രണ്ട് എക്സാമ്പിൾ ഒന്ന് എഴുതി കേട്ടോ. Na പ്ലസ് എന്ന് പറഞ്ഞാൽ സോഡിയത്തിനേക്കാളും ലോവർ ആണ്. കാരണം എന്താ? ഇലക്ട്രോൺ ലൂസായി അല്ലെ. ഇപ്പൊ കാറ്റയോൺ എന്ന് പറയുമ്പോൾ സൈസ് കുറവായിരിക്കും. ആനയോൺ കണ്ടോ, ആനയോൺ സൈസ് ബിഗർ ആയിരിക്കും. ആരെക്കാളും? ന്യൂട്രൽ ആറ്റത്തിനേക്കാളും. ന്യൂട്രലിനേക്കാളും ആറ്റത്തിന്റെ സൈസ് ഹയർ ആയിരിക്കും. അതാണ് ഈ മീനിങ് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് മനസ്സിലാവും. ഇനി ഈ ടോപ്പിക്കിൽ ഒരു പോയിന്റ് കൂടി എഴുതി കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിന്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇനി എടുക്കുന്ന ടോപ്പിക്കിൽ നിന്നാണ് ബാക്കിലെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കുന്നത്. അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ ഈ ടോപ്പിക്കിൽ തന്നെ. അപ്പൊ നമ്മളിപ്പോ എഴുതിയേക്കുന്ന എന്തായിരുന്നു? ആറ്റമിക് റേഡിയസ് ഓർ സൈസ്. അപ്പൊ അതിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് കാറ്റയോന്റെയും ആനയോന്റെയും കാര്യം പറഞ്ഞു. ഇനി ഒരു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, അതിന്റെ ഡെഫിനിഷൻ ആണ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്നുള്ളത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ അതാണ് എഴുതാൻ പോകുന്നത് അടുത്ത പോയിന്റ് ആയിട്ട്. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കുക ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ISOELECTRONIC ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഹൈഫൺ എഴുതി വെക്കാം. Some atom and ions, some atoms and ions, some atoms and ions which contain the same number of electron, which contain the same number of electron. Some atoms and ions which contain the same number of electron is known as isoelectronic species. Isoelectronic species. കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോ സെയിം ഐസോഇലക്ട്രോണിക് സ്പീഷീസിന് എക്സാമ്പിൾ ഒന്ന് എഴുതി നോക്കാം. നമുക്കറിയാം സോഡിയം ആറ്റമിക് നമ്പർ. സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റമിക് നമ്പർ 11 ആണ്. 11ൽ നിന്ന് 1 ഇലക്ട്രോൺ പോയ 10 ആവും. Na പ്ലസ്. ദെൻ Ne എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിയോൺ ആണ്. നിയോണിന്റെ ഔട്ടർ മോസ്റ്റ് അല്ലേ ഇവിടെ എത്ര ഇലക്ട്രോൺ? 10 ഇലക്ട്രോൺ. കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെയും എത്രയാ? 10 ഇലക്ട്രോൺ. സോഡിയത്തിന്റെ ആറ്റമിക് നമ്പർ 11 ആണ്. അതിൽ നിന്ന് 1 ഇലക്ട്രോൺ പോകുമ്പോൾ 10 ഇലക്ട്രോൺ ആയി. കണ്ടോ, ഓർത്ത് നോക്കാം. ദെൻ നിയോൺ എത്ര ഇലക്ട്രോൺ ആ? 10 ഇലക്ട്രോൺ. ദെൻ നെക്സ്റ്റ് ഫ്ലൂറിൻ മൈനസ് കൊടുക്കുകയാണ്. ഫ്ലൂറിൻ 9 ആണ്. 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. അതാണ് മൈനസ് എന്ന് പറയുന്നത്. F മൈനസ് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. അപ്പൊ 10 ഇലക്ട്രോൺ ആയി. ഇനി ഓക്സിജൻ എന്ന് പറയുമ്പോൾ ആറ്റമിക് നമ്പർ 8 ആണ്. 2 മൈനസ് എന്ന് എഴുതുകയാണ്. അപ്പൊ അവിടെ 10 ഇലക്ട്രോൺ ആയി. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇവരെ ഒരുമിച്ച് വിളിക്കാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അപ്പൊ എന്തായിരുന്നു അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റം ആൻഡ് അയോൺ ആണ് അല്ലെ. ഇത് പ്ലസ് ആണ്, ഇത് ന്യൂട്രൽ ആണ്, ഇത് മൈനസ് ആണ്. പക്ഷെ ഇവർക്കെല്ലാം 10 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് അവരെ നമുക്ക് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. 10 ആവണമെന്നില്ല കേട്ടോ, 12 ആവാം. എല്ലാം സെയിം ആയി വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ വേഗം എടുത്തെഴുതുക കേട്ടോ. എക്സാമ്പിൾ സോഡിയം, നിയോൺ, ഫ്ലൂറിൻ, ഓക്സിജൻ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. വേഗം എടുത്തെഴുതുക കേട്ടോ. ഇതിന് ഈ ടോപ്പിക്കിൽ നിന്ന് ഇപ്പൊ ആറ്റമിക് റേഡിയസ് ആൻഡ് സൈസ് അതിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസും എക്സെപ്ഷനും ഒക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ത്രീ 3.12 കേട്ടോ. 3.12 എടുത്തേ. 3.12 3.12 കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ 3.12 എടുക്കുക. ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, എല്ലാവരും എടുത്തു എന്ന് കരുതാം. കൺസിഡർ ദ ഫോളോയിങ് സ്പീഷീസ് N3 മൈനസ് O2 മൈനസ് F മൈനസ് Na പ്ലസ് Mg2 പ്ലസ് ആൻഡ് Al3 പ്ലസ് ആണ്. ഓർത്ത് നോക്കുക, ഇത്രയാണ് തന്നേക്കുന്നത്. വാട്ട് ഈസ് കോമൺ ഇൻ ദം? ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന്? കോമൺ ഇൻ ദം. സെക്കൻഡ്,
arrange them in the order of increasing ionic radius. അയണിക് റേഡിയസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അതിനെ അറേഞ്ച്മെന്റ് ചെയ്യാനുമാണ് പറഞ്ഞേക്കുന്നത്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അയണിക് റേഡിയസ് ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം നൈട്രജന്റെ ആറ്റമിക് നമ്പർ എത്രയാ? 7. 3 മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 എക്സ്ട്രാ ഇലക്ട്രോൺ വന്നു. അപ്പൊ 7 + 3 എത്ര ഇലക്ട്രോൺ ആയി? 10 ആണ്. ഓർത്തു പോവുക. ഇനി O2 മൈനസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ 8 ആണ്. 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2 എക്സ്ട്രാ ഇലക്ട്രോൺ വന്നിട്ടുണ്ട്. അപ്പൊ 8 + 2 ഇലക്ട്രോൺ 10 ആണ്. ഓർത്തു പോവുക. ദെൻ നെക്സ്റ്റ് അവിടെ കൊടുത്തേക്കുന്നതാണ് ഫ്ലൂറിൻ മൈനസ്. ഫ്ലൂറിൻ ആറ്റമിക് നമ്പർ 9, 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അപ്പൊ എന്തായി? 10 ആണ്. ഓർത്തു പോവുക. ദെൻ നെക്സ്റ്റ് Na+, സോഡിയം എന്താണ്? ആറ്റമിക് നമ്പർ 11, പ്ലസ് എന്ന് പറഞ്ഞ 1 ഇലക്ട്രോൺ ലൂസ് ആയി. അപ്പൊ എന്തായിരിക്കും? അല്ലെ, 1 ഇലക്ട്രോൺ ലോസ് ആയി കഴിയുമ്പോൾ Na എന്താവും? 10 ഇലക്ട്രോൺ ആയി. 11 ന്ന് 10 ആയി. നെക്സ്റ്റ് Mg2+. Mg എന്താണ്? മെഗ്നീഷ്യം ആണ്. അല്ലെ, മെഗ്നീഷ്യത്തിന്റെ ആറ്റമിക് നമ്പർ 12 ആണ്. Mg2+ എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും? അല്ലെ, 2 ഇലക്ട്രോൺസും കൂടി അവിടെ നിന്ന് ലൂസ് ആവും കേട്ടോ. ഓർത്ത് പോകാം. 1 മിനിറ്റ് കേട്ടോ. അപ്പോ ആ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഏതൊക്കെയായിരുന്നു ഒന്ന് നോക്കിയേ. വാട്ട് ഈസ് എ കോമൺ ഇൻ ദം? കോമൺ ഇൻ ദം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും? ആക്ച്വലി എന്തായിരിക്കും ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദീസ് എന്താണ്? ആറ്റം ഓർ അയോൺ കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. ദിസ് ഇസ് നോൺ ആസ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. അതാണ് ആൻസർ കേട്ടോ. ഓർത്ത് നോക്കുക. എഴുതി വെക്കുക 10 ഇലക്ട്രോൺ അല്ലെ. ഓർത്ത് നോക്കുക 10 ഇലക്ട്രോൺ. അപ്പൊ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 10 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് അവരെന്ത് വിളിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് അല്ലെ. സെക്കൻഡ് പോയിന്റ് ആൻസർ ഇവരുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റമിക് റേഡിയസ്. ഇൻക്രീസിംഗ് ഓർഡർ ആണ് ആക്ച്വലി വന്നേക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ആൻസർ ആയിട്ട് നമുക്ക് ഇപ്പൊ എഴുതാൻ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ആൻസർ എഴുതി വെക്കണോട്ടോ എല്ലാത്തിന്റെയും. വാട്ട് ഈസ് എ കോമൺ ഇൻ ദം എന്ന് പറയുമ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ദെൻ ഇൻക്രീസിംഗ് ഓർഡർ ആണ്. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് ആദ്യം എഴുതണം അല്ലെ. Al3+. അത് കഴിഞ്ഞാൽ അതിനേക്കാളും ബിഗർ ആയിട്ട് വരുന്നത് Mg2+. അപ്പൊ ആൻസർ എഴുതി പോകണം കേട്ടോ. Mg2+ ഗ്രേറ്റർ ദാൻ. നെക്സ്റ്റ് വന്നേക്കുന്നത് Na+, F-, O2-, N3+. ഓർത്ത് നോക്കുക. ആൻസർ എഴുതി വെക്കുക. N3-. അപ്പൊ ഇവിടെ നോക്കി അറിയാം കണ്ടോ. Al3+. അങ്ങനെ കാറ്റയോൺ, ഏറ്റവും വലിയ കാറ്റയോൺ വന്നാൽ അതിന്റെ ഏറ്റവും സൈസ് കുറവായിരിക്കും. വാട്ട് ഇസ് റീസൺ? അവിടുന്ന് 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്തു അല്ലെ. 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സൈസ് കുറവായിട്ട് വരും അല്ലെ, ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. ഓക്കെ, ഈ ടോപ്പിക്കിന് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് എഴുതി വെക്കാം. Then 3.11 കേട്ടോ. ഓർത്ത് നോക്കുക. 3.11 നിങ്ങളോട് ചോദിക്കുമ്പോ കേട്ടോ ഓർത്ത് നോക്കുക. 3.11 എല്ലാവരും ഒന്ന് വായിച്ചേ കേട്ടോ. ഓർത്ത് നോക്കുക. വാട്ട് ഡു യു understand by isoelectronic species? Name a species that will be isoelectronic with each of the following atom or ion. Atom or ion.
വീഡിയോ എല്ലാവരും ഓണാക്കി പതുക്കെ പോണെന്താ? ക്രിസ്, സമൻ, പീറ്റർ എന്ന് പറയുന്ന അവരൊക്കെ വീഡിയോ ഓണാക്കിയിട്ടില്ലേ? ശരിയാക്കൂട്ടോ. അത് കഴിഞ്ഞാൽ ഓർത്ത് വെക്കാം. ദെൻ 3.11 നോക്കിയേ. അമൽ ഒന്ന് പറഞ്ഞേ. 3.11 അതിൽ ഏതാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? സെയിം ഇലക്ട്രോൺസ് വരുന്നത്. മൈക്കോൺ ആക്കിയിട്ട് പറയാം കേട്ടോ. F- പിന്നെ ഏതായിരിക്കും? Mg2+. കണ്ടോ, ഓർത്ത് നോക്കാം. അത്രേ ഉള്ളൂ. അവർക്ക് രണ്ടുപേർക്കും 10 ഇലക്ട്രോൺ ആണ് വരുന്നത് അല്ലെ. ആർഗണൊക്കെ 18 ആണ് ആക്ച്വലി വരുന്നത്. ആർഗൺ 18 ആണ്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് ആൻസർ കേട്ടോ. F- and Mg2+ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് 3.13 കേട്ടോ, ഓർത്ത് നോക്കാം. 3.13 നമ്മുടെ അസ്ട്രോസ് എന്ന് പറയുന്ന ഐ ഡി എന്നുള്ള ആൾ പറഞ്ഞേ. അസ്ട്രോസ് 3.13 ക്വസ്റ്റ്യൻ വായിച്ചോ. എന്തായിരിക്കും കാറ്റയോൺ? എന്തായിരിക്കും? നമ്മൾ ആദ്യത്തെ പോയിന്റ് എഴുതിയില്ലേ കാറ്റയോൺ എന്ന് പറയുമ്പോ? ആൻസർ ഒന്ന് വായിച്ചേ. കാറ്റയോൺ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ സൈസ് കണ്ടോ, അതിന്റെ ആൻസർ ആണ് എഴുതിയേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഈ പോയിന്റ്, ഈ ക്വസ്റ്റിന്റെ ആൻസർ ആണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതിയേക്കുന്നത്. കാറ്റയോൺ എന്ന് പറയുമ്പോൾ റിമൂവൽ ആണ്, അപ്പൊ സൈസ് കുറയും. ആനിയോൺ എന്ന് പറയുമ്പോൾ എന്താ, ഗെയിൻ ആണ് അല്ലെ, സൈസ് കൂടും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ് അതിൽ എഴുതിയേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നെക്സ്റ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് അയണിക് റേഡിയസ് കഴിഞ്ഞിട്ട് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, അയണൈസേഷൻ എന്താൽപ്പി. അപ്പൊ സെക്കൻഡ് ഹെഡിങ് കേട്ടോ, 2 എന്ന് പറഞ്ഞിട്ട് അടുത്ത ഹെഡിങ് ഇത് എഴുതിയാൽ മതി കേട്ടോ. 2 ഫസ്റ്റ് ഹെഡിങ് നമ്മൾ ഒരുമിച്ചായിട്ടാണ് അയണിക് റേഡിയസ് വേറൊരു ഹെഡിങ് ആക്കല്ല ചെയ്തേക്കുന്നത്. സൈസ് ആൻഡ് അയണിക് റേഡിയസ് അതൊക്കെ ഒറ്റ ഹെഡിങ് ആക്കി അല്ലെങ്കിൽ ഒറ്റ പോയിന്റ് ആക്കി ഒരു നമ്മൾ മൈൻഡിൽ ഓർത്തു പോകുക, അങ്ങനെ മതി. ടെക്സ്റ്റ് ബുക്കിൽ 2 എണ്ണം ആയിട്ടാണ്, പക്ഷെ നമുക്ക് ഒറ്റ ഹെഡിങ് എന്നുള്ള രീതിയിലാക്കി. അത് കഴിഞ്ഞാൽ അടുത്ത ഹെഡിങ് ആയിട്ട് അയണൈസേഷൻ എന്താൽപ്പി. അപ്പൊ ട്രെൻസിൻ പ്രോപ്പർട്ടീസിൽ വരുന്ന സെക്കൻഡ് ഹെഡിങ് ആയിട്ട് എഴുതി വെക്കാം 2 അയണൈസേഷൻ എന്താൽപ്പി. അയണൈസേഷൻ എന്താൽപ്പി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എഴുതാം കേട്ടോ, ഓർത്ത് വെക്കാം. അയണൈസേഷൻ എന്താൽപ്പി അല്ല ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. അയണൈസേഷൻ എന്താൽപ്പിയുടെ ഡെഫിനിഷൻ ആയിട്ട് ഇറ്റ് റെപ്രസെന്റ് ദ എനർജി റിക്വയർഡ് ടു അയണൈസേഷൻ എന്താൽപ്പി അണ്ടർലൈൻ ചെയ്യാൻ ഫസ്റ്റ് പോയിന്റ് ഇറ്റ് റെപ്രസെന്റ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ from an isolated gaseous atom. It represents the energy required to remove an electron from an isolated gaseous atom in its ground state. In its ground state. നോക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. ദ അയണൈസേഷൻ എന്താൽപ്പി ഈസ് എക്സ്പ്രസ്ഡ്. ദ അയണൈസേഷൻ എന്താൽപ്പി
is expressed in unit of kilojoule per mole. Unit of kilojoule per mole. ഇങ്ങനെ എഴുതണം കേട്ടോ. kilojoule per mole. kilojoule per mole. mole raised to -1 കേട്ടോ. അതാണ് ഈ kilojoule per mole എന്ന് പറയുന്നത്. ഇതിന്റെ മീനിങ് kilojoule. kilo means 1000 അല്ലെ, 1000 joule അല്ലെ പെർ മോൾ. ഒരു മോൾ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നതിനാണ് സാധാരണ പറയാറ്. അതുകൊണ്ടാണ് kilojoule per mole എന്ന് പറയുന്നത്. kilojoule per mole യൂണിറ്റ് ആണ് കേട്ടോ. kilojoule per mole. The next point. നെക്സ്റ്റ് പോയിന്റ് അടുത്ത ലൈനിൽ എഴുതി വെക്കാം. എനർജി ഈസ് ഓൾവേസ് റിക്വയർഡ് ടു remove electron from an atom and hence ionization enthalpies are always positive. Energy is always required to remove electron from an atom and hence ionization enthalpies are always positive. Ionization enthalpies are always positive. Ionization enthalpies are always positive. Okay, അപ്പോൾ ഇത്രയും പോയിന്റ് എഴുതി. ഇനി ഇത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആദ്യം നിങ്ങൾ എൻതാൽപ്പി എന്നുള്ള ടേം അല്ലെ കേൾക്കാത്ത കുട്ടികളുണ്ടാവും. എൻതാൽപ്പി എന്ന് പറയുന്ന ആ ടേം, എൻതാൽപ്പിയോൺ എന്ന് പറയുന്ന ആ ഗ്രീക്ക് വേർഡ് മീനിങ് ഹീറ്റ് കണ്ടന്റ് എന്നാണ്. ഹീറ്റ് കണ്ടന്റ് എന്നാണ്. പക്ഷെ അത് എനർജി എന്നാണ് അതിനെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കണ്ടേ. ഇവിടെ ഓർത്ത് വെക്കാം. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് സെൽ എന്നാണ് ആക്ച്വലി വരുന്നത്. അപ്പോ നിങ്ങളൊന്ന് നോക്കിയോട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ദി പെൻ, ഇതൊരു ഇലക്ട്രോൺ ആണെന്ന് കരുതുക. ഇലക്ട്രോൺ ഓർത്ത് നോക്കാം. ഈ ഇലക്ട്രോൺ ഞാൻ ഇതിങ്ങനെ പിടിച്ചേക്കാണ്. ആക്ച്വലി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. ആക്ച്വലി ഇതേപോലെയാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഓർത്ത് നോക്കുക. ക്രിസ് അവിടെ വെറുതെ ഇരിക്കുന്നില്ല. ഈ ക്രിസ് വന്നിട്ട് ഈ പേൻ എന്റെ കയ്യിൽ നിന്ന്, ഞാനിത് കൊടുക്കാനൊരു ഉദ്ദേശമല്ല, ഇങ്ങനെ ഇങ്ങനെ ഞാൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ക്രിസ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോവാണ്. ഞാൻ ഈ പേനെ പിടിച്ചേക്കുന്നത് ഈ ഫിംഗറിന്റെ ഏറ്റവും അറ്റത്താണ്. ഇത് കണ്ടോ നോക്കിയേ. അപ്പൊ ക്രിസ് വന്നിട്ട് ഒരു എനർജി അല്ലെ അവിടുത്തെ ആ ക്രിസിന്റെ മസിലൊക്കെ വെച്ചിട്ട് ക്രിസ് അങ്ങ് പിടിച്ചു കൊണ്ടുപോയി. ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോയി എന്ന് കരുതാം. അങ്ങനെ കൊണ്ടുപോയാൽ അല്ലെ ഇത് പെൻ എൻതാൽപ്പി എന്ന് വിളിക്കാം. എന്താണ്? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദിസ് പെൻ അല്ലെ ഫ്രം മൈ ഹാൻഡ്. ആ രീതിയിലാണ് ഇവിടെ നമ്മൾ പറയാം. എനർജി കൊടുത്തിട്ടാണ് അല്ലെ, എനർജി ക്രിസിന്റെ കയ്യിലുള്ള എനർജി കൊടുത്തിട്ടാണ് ക്രിസ് ഈ പേന എടുത്തുകൊണ്ട് പോയത് അല്ലെ. അപ്പൊ അത് എന്താണ് ആക്ച്വലി അയണൈസേഷൻ എൻതാൽപ്പി പോലെ ഈ പെന്നിന് പകരം ഇലക്ട്രോൺ ആണെങ്കിൽ ഒരു എനർജി കൊടുത്തു. ഇനി നോക്കേണ്ടത് ഇവിടെ നോക്കിയേ. ഈ പേന ഞാൻ ഇങ്ങനെ ക്ലോസ് ആയിട്ട് പിടിച്ചേക്കാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്. ആക്ച്വലി ഇത് ഇത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കാണെന്ന് കരുതാം. എന്ന് പറഞ്ഞ നേരത്തെ നോക്കിയേ ഭയങ്കര അല്ലെ ഡിസ്റ്റൻസ് കൂടുതലായിരുന്നു. ഇപ്പൊ നോക്കിയ ഡിസ്റ്റൻസ് കുറവാണ്. അതെങ്ങനെ വളരെ അടുത്ത് പിടിച്ചേക്കാണ്. അമൻ ആണ് എന്റെ കയ്യിൽ നിന്ന് പേന വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ നേരത്തേനേക്കാൾ എനർജി കൂടുതൽ യൂസ് ചെയ്യണോ അതോ കുറവായിരിക്കും യൂസ് ചെയ്യുന്ന അമൻ? അതാണ് അമൻ പറയേണ്ടത്. നേരത്തെ കൊടുത്തതിനേക്കാളും എനർജി കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ അതോ കുറവ് മതിയോ? ഇപ്പൊ ഞാൻ പഠിച്ചേക്കുന്നത് ഇങ്ങനെയാണ്. അമൻ ആൻസർ പറയണം. അവിടെ ഇല്ലേ? അല്ലെ എമൗണ്ട് ഓഫ് എനർജി കൂടുതൽ വേണ്ടി വരും. ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ടാണ് ഈ പീരിയോഡിക് ടേബിളിലെ മെയിൻ പോയിന്റ്. നമ്മൾ മെയിൻ പോയിന്റ് എഴുതിയിട്ടില്ല. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയും. അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് പറ്റും? അർജുനാണ് പറയാൻ പോണേ. ഇവിടെ ഓർത്ത് നോക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയാണ്. അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ എനർജി വേണോ, കൂടണോ അതോ കുറവ് വേണോ? അതാണ് അർജുൻ പറയുന്നത്. അർജുൻ പറഞ്ഞു.
പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. 2 ഓപ്ഷൻ ഉള്ളൂ, തെറ്റാ തെറ്റും അല്ലെങ്കിൽ ശരിയാവും. സൈസ് കുറയാണ്. സൈസ് കുറയാന്ന് പറഞ്ഞത് കണ്ടോ, ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് ഇലക്ട്രോൺ കൂടുതൽ ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പോൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരുമോ അതോ കുറവ് എനർജി കൊടുക്കേണ്ടി വരുമോ? ഏതായിരിക്കും? കൂടുതൽ എനർജി. അത്രേ ഉള്ളൂ. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ സൈസ് കുറയുമ്പോ അയണൈസേഷൻ താല്പര്യം കൂടും. അതാണ് കൺസെപ്റ്റ്. എന്തുകൊണ്ടാ സൈസ് കുറയുന്നത്? എന്തുകൊണ്ടാ? ന്യൂക്ലിയസിന്റെ പവർ അല്ലെ, ന്യൂക്ലിയസിന്റെ ചാർജ് എന്ത് ചെയ്യും? കൂടും. നേരത്തെ പറഞ്ഞു സൈസ് എന്തുകൊണ്ട് കുറയുന്നു? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. നമുക്കറിയാം, ഒരു ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടെ നോക്കാം നമുക്ക്. ലിഥിയത്തിന്റെ ആറ്റമിക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ 3 ഇലക്ട്രോൺ 3. ഇനി അടുത്ത് നോക്കുക, ഓരോന്ന് കൂടുന്തോറും പ്രോട്ടോൺ കൂടും. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പവർ കൂടും. ഇലക്ട്രോണിന്റെ പവർ കൂടുമ്പോഴും എന്ത് ചെയ്യും? ന്യൂക്ലിയസ് കൂടുതൽ ഹോൾഡ് ചെയ്യും. ന്യൂക്ലിയസ് കൂടുതൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. ഇപ്പൊ ക്രിസ്ത്യന്റെ കയ്യില് ഒരു വലിയ മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിന്റെ പവർ കൂടിക്കഴിഞ്ഞാൽ അല്ലെ, ഓർത്ത് വെക്കാൻ എന്ത് പറ്റും? ആ ഒരു അയൺ അടുത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ നിയർ ബൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നിന്ന് ആറ്റമിക് നമ്പർ കൂടുമ്പോ, ശരിക്കും സൈസ് ആറ്റമിക് നമ്പർ കൂടുമ്പോൾ കൂടേണ്ടതല്ലേ? പക്ഷെ എന്ത് പറ്റും? സൈസ് കുറയാൻ കാരണം പ്രോട്ടോൺ ന്യൂക്ലിയസിലാണ്. ആ പ്രോട്ടോൺ എന്ന് പറഞ്ഞ പോസിറ്റീവ്, ന്യൂക്ലിയസിന്റെ പവർ കൂടും. അതാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അപ്പൊ എന്ത് പറ്റും? ഹോൾഡ് ചെയ്യുന്ന അടുത്തേക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യും. അപ്പൊ സൈസ് കുറയാൻ കാരണം എന്താ? ആ ന്യൂക്ലിയർ ചാർജ് കുറയും അല്ലെ, ന്യൂക്ലിയർ ചാർജ് കൂടും, ഇൻക്രീസ് ചെയ്യാണ് ആക്ച്വലി. സൈസ് കുറയുമ്പോ ആ ന്യൂക്ലിയസിന്റെ പവർ കൂടുമ്പോൾ ഇലക്ട്രോണിനെ കൂടുതൽ നിയർ ബൈ ആയിട്ട് ഹോൾഡ് ചെയ്യും. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ എന്താ? സൈസ് കുറയുമ്പോ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ അല്ലെ. നേരത്തെ ഇത് കണ്ടോ, ഇത് സൈസ് ബീക്കർ സൈസ് ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഇത് നോക്കുക, സൈസ് കുറഞ്ഞ ന്യൂക്ലിയസ് ആണ് ഞാൻ എങ്കിൽ അടുത്തേക്ക് ഹോൾഡ് ചെയ്യുന്നു, പവർ ഭയങ്കര കൂടുതലായിരിക്കും വേറൊരാൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ. അപ്പോ ഇനി എഴുതുന്ന പോയിന്റ് മനസ്സിലാക്കി എഴുതണം. ഇനി പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് പറ്റും എന്നുള്ളതാണ് എഴുതാൻ പോകുന്നത്. അയണൈസേഷൻ എന്താൽപ്പി. അതുപോലെ ഡൗൺ ദ ഗ്രൂപ്പ് എന്തുകൊണ്ടാ സൈസ് കൂടുന്നേ? ഷെല്ല് കൂടും. ഷെല്ല് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാനൊരു ഫ്ലോറിൽ ഒരു റൂമിനകത്താണ് ഞാൻ നിൽക്കുന്നത്, അതൊരു ഷെല്ലായിട്ട് എടുക്കാം. ഇനി ഇതിന്റെ മുകളില് വേറെ ഫ്ലോർ ഉണ്ട്. ഈ നിൽക്കുന്ന ഈ ക്ലാസ് റൂമിന്റെ മുകളിലൊരു വേറെ ഫ്ലോർ ഉണ്ട്, അത് അടുത്ത ഷെല്ല. ഉണ്ടോ, ഓർത്ത് നോക്കാം. അതിന്റെ മുകളിൽ വേറെ ഫ്ലോർ, അടുത്ത ഷെല്ല. അപ്പോ ഇവിടെ ഞാനൊരു മാഗ്നറ്റ് വെച്ച് എത്ര സ്ട്രോങ്ങിൽ പിടിച്ചു വലിച്ചാലും അല്ലേ, ഈ വോളൊക്കെ പൊട്ടി അടുത്തേക്ക് ന്യൂ ഇലക്ട്രോൺസ് വരില്ല. ഒരു ബാരിയർ ഉണ്ട്, അതാണ് ഷെൽ. ഷെൽ എന്ന് പറയുമ്പോൾ ഒരു ബാരിയർ, അടുത്ത ബാരിയർ, അങ്ങനെ പോകും. ആ ഷെൽസ് ആണ് ആക്ച്വലി വരുന്നത്. ഇവിടെ ഓർത്ത് നോക്കാം. ഇപ്പൊ എലമെന്റ് ഷെൽ ഇൻക്രീസസ്, സൈസ് ഓൾസോ ഇൻക്രീസസ്. ആ കൺസെപ്റ്റ് വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. അയണൈസേഷൻ എന്താൽപ്പിയുടെ നെക്സ്റ്റ് പോയിന്റ്. In a periodic table left to right, ionization enthalpy increases. In a periodic table left to right, ionization enthalpy increases. And down the group, ionization enthalpy decreases. In a periodic table left to right, ionization enthalpy increases, and down the group decreases. ഓക്കെ, ഇനി 2-3 വേർഡും കൂടി ഇവിടെ നമുക്കൊന്ന് ഓർത്തു വെക്കാനുണ്ട്. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. സോഡിയം ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞാൽ സോഡിയത്തിന് വരുന്നത് 11 ആണ്. 11 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 2,8,1 ഉണ്ടോ? ഇതാണ് സോഡിയം. ഇതിന്റെ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം അല്ലെ, ലാസ്റ്റ് ഇലക്ട്രോൺ ആണ്. അങ്ങനെ വരുമ്പോ എന്ത് വരും? Na+ ആകും 1 ഇലക്ട്രോൺ. കണ്ടോ, ഓർത്ത് നോക്കാം. ഈ ഒരു പ്രോസസ്സിനെയാണ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ, ദാറ്റ് ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. ഇനി ഇതിന്റെ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും? നോക്കിയേ, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഇതാണ്. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ നോക്കിയേ, 2,8 ആണ്. ഈ സമയത്ത് 2,8 കണ്ടോ, അവിടുത്തെ 1 ഇലക്ട്രോൺ പോയി 2,8 ആയി. ഇനി ഇവിടെ നിന്ന് അടുത്ത ഇലക്ട്രോൺ ബോണ്ട് Na2+, ഓർത്ത് നോക്കാം, 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്തു. ഇതാണ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത്.
അപ്പോ ഇതൊന്ന് നമ്മൾ എടുത്തെഴുതണം. ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് സെൽ. സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് സെൽ. കണ്ടോ? ഓർത്ത് നോക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് വിളിക്കുന്നത്. കേട്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എഴുതിയിട്ട് ഇത് ഈ എക്സാമ്പിളൊക്കെ ഒന്ന് എഴുതി വെക്കാം. കേട്ടോ? ഓർത്ത് നോക്കാം. ഇത് എഴുതിക്കോ ആദ്യം, എന്നിട്ട് നമുക്ക് എഴുതാം. Na++1 ഇലക്ട്രോൺ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. ഇവിടെ എനർജി കൊടുക്കണം കേട്ടോ. എനർജി സപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് അത് റിമൂവ് ചെയ്യുന്നത്. കേട്ടോ? ഓർത്ത് നോക്കുക. അതിനെയാണ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് വിളിക്കുന്നത്. ഇനി ഓർത്ത് നോക്കുക, അയണൈസേഷൻ എന്താൽപ്പി ഹെഡിങ്ങിന്റെ അവിടെ ΔIH ഇങ്ങനെയാ കൊടുക്കുക. കേട്ടോ? ഓർത്ത് നോക്കുക. ഇതാണ് അയണൈസേഷൻ എന്താൽപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. IH നിങ്ങൾ നേരത്തെ എഴുതി ഹെഡിങ്ങിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തുക. കേട്ടോ? ΔIH ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. കേട്ടോ? H എന്നാണ്, ക്യാപിറ്റൽ H, ഒരു സ്മോൾ I കൊടുക്കുക. ΔIH. ഡെൽറ്റ മീൻസ് എന്താണ്? ചേഞ്ച് ഇൻ എന്താൽപ്പി. ഡെൽറ്റ ചേഞ്ച് ഇൻ എന്നാണ്. കേട്ടോ? ഓർത്ത് നോക്കുക. ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന ചേഞ്ച് ഇൻ. അയണൈസേഷൻ എന്താൽപ്പി IH. ഇങ്ങനെയാണ് അയണൈസേഷൻ എന്താൽപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന സൈൻ. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമ്പിൾ എഴുതുക. Na gives Na++1 ഇലക്ട്രോൺ. ഇവിടെ എഴുതി വെക്കുക ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. ബ്രാക്കറ്റിൽ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. അടുത്തത് എന്താ? Na+, ഇപ്പൊ 2,8 ഉള്ള ഔട്ടർ മോസ്റ്റ് സെല്ല്. കണ്ടോ? ഓർത്ത് നോക്കാം. അതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാവും? 2,7 അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ എന്താ? കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. ഇത് രണ്ടെടുത്ത് എഴുതണം കേട്ടോ. വേഗം എടുത്ത് എഴുതും എല്ലാവരും. ഇവിടെ എഴുതുമ്പോൾ Na+ ആണ്, Na2+. ഇത് 2+ കേട്ടോ. 1 ഇലക്ട്രോൺ ആണ് എഴുതുന്നത്. ബ്രാക്കറ്റിൽ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി. ഇതിന്റെ താഴെ 2,8 ഉണ്ടായി. ഈ സമയത്ത് 2,7 ആയി അല്ലേ? 2 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് ഇതിന്റെ താഴെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിയുടെ ഡെഫിനിഷൻ ആണ് എഴുതുന്നത്. കേട്ടോ? അടുത്ത ലൈനിൽ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഹൈഫൺ, ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഹൈഫൺ, ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഹൈഫൺ എന്താന്ന് എഴുതാൻ പോവാണ്. The amount of energy required to the amount of energy required to the amount of energy required to remove last electron in the outermost cell. The amount of energy required to the amount of energy required to remove last electron in the outermost cell. അതാണ് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം. സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഹൈഫൺ, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഹൈഫൺ, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഹൈഫൺ, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി ഹൈഫൺ എഴുതാം. എന്നിട്ട് എഴുതി വെക്കാം the amount of energy required to the amount of energy required to the amount of energy required to remove second last electron in the outermost shell. Remove second last electron in the outermost shell. The amount of energy required to remove second last electron in the outermost shell. Second last electron in the outermost shell. ഓക്കെ, ഇനി ഇവിടെ ഒരു കമ്പാരിസൺ നോക്കുക. അതെ, ഇവിടെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ സോഡിയത്തിന് ഈ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ സ്റ്റേബിൾ ആകും. അതുകൊണ്ട് അത് ഈസി ടു റിമൂവ് ആണ്. ഈസി ടു റിമൂവ് എന്ന് പറഞ്ഞാൽ എനർജി വളരെ കുറച്ച് കൊടുത്താൽ മതി. കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കൊടുത്താൽ തന്നെ സോഡിയത്തിന്റെ 1 ഇലക്ട്രോൺ റിമൂവ് ആകും. സോഡിയം അത് കൊടുക്കും, ഡൊണേറ്റ് ചെയ്യും. സോഡിയം അത് ഡൊണേറ്റ് ചെയ്യും. ഓർത്ത് വെക്കാം.
ഇനി സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി. സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഈ സോഡിയം ഇതിന്റെ ഔട്ടർ മോസ്റ്റിൽ ഇപ്പൊ 2,8 അത് എന്താണ് സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി എന്താണ് സ്റ്റേബിൾ ആണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പോകുന്നു. നോക്കി, അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാണ്. അത് ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. കാരണം അതെന്താ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്നാണ് ഈ സോഡിയത്തിന്റെ 1 ഇലക്ട്രോൺ അത് റിമൂവ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണ സമയത്ത് നോക്കിയേ കൂടുതൽ എമൗണ്ട് വരും. അപ്പൊ സെക്കൻഡ് അയനൈസേഷൻ എന്തായാലും ഇതിന് ഹയസ്റ്റ് വരും. എന്തുകൊണ്ടാ? ഇവിടെ 2,8 സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനായിട്ട് അത് സമ്മതിക്കില്ല, അല്ലെ? അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതിന്റെ ന്യൂക്ലിയസ് അത് അട്രാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി ഹയർ ആയിട്ട് വരും. തേർഡ് ഒക്കെ അതുപോലെ തന്നെ ഓർത്ത് നോക്കാം. തേർഡ് അയനൈസേഷൻ എന്താൽപ്പി അങ്ങനെയൊക്കെ വരുന്നത് ഇതേ കൺസെപ്റ്റ് തന്നെ. അപ്പോൾ നോർമലി ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി ലോവർ ആയിരിക്കും, സെക്കൻഡും തേർഡും ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ വരുന്നത് ഇത് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഐഡിയാസ് ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് കൊണ്ടുവരിക. ഇതില് ലാസ്റ്റ് ഇലക്ട്രോൺ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓർത്ത് നോക്കാം, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞപ്പോ ക്രിസ് ആണ്. ക്രിസിന്റെ കയ്യിൽ ഇപ്പോൾ 2 ബിരിയാണി കിട്ടി. 2 ദിവസം പുള്ളിക്ക് ഫുഡൊന്നും കൊടുക്കാതെ നമ്മൾ ഇരുത്തിയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ബിരിയാണി കിട്ടി. മാക്സിമം ഒരു ബിരിയാണി ഒരാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം, അല്ലെ? ക്രിസ് അപ്പോ ഹാപ്പിയാണ്. കാരണം എന്താണ്, ആ 2 ബിരിയാണിയാണ് കിട്ടിയേക്കുന്നത്. ഒരെണ്ണം എന്തായാലും കഴിക്കും, ഒരെണ്ണം ആരെങ്കിലും എടുത്തുകൊണ്ട് പോവാണെങ്കിൽ നന്നായിരുന്നു. കാരണം മുഴുവൻ കഴിക്കാനൊന്നും പറ്റില്ലെന്ന് പുള്ളിക്ക് അറിയാം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആക്ച്വലി നമ്മുടെ അമൽ വന്ന് ആ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോയി. അത് ഓക്കെ. അപ്പൊ ക്രിസിന് സമാധാനമായി, ഹാപ്പിയായി സ്റ്റേബിളായി ഒരെണ്ണം മര്യാദ സമാധാനമായിട്ട് കഴിക്കാം. അങ്ങനെ ക്രിസ് ഇരിക്കുന്നു. ആ സമയത്താണ് അർജുൻ വന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന 2 days ആയി ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് അത് റിമൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അല്ലെ പിന്നെ വിടില്ല, അല്ലെ? നന്നായിട്ട് എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് പിടിക്കും. അല്ലെ? ക്രിസ് ജന്മം ഉണ്ടെങ്കിൽ അർജുനെ കൊടുക്കൂല ആ രീതിയിൽ. കാരണം എന്താ, 2 days ആയി, ഇനി അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അതുപോലെയാണ് സോഡിയം എന്ന് ആലോചിച്ച് നോക്കുക. സോഡിയത്തിന്റെ ആകെ കൂടി ഒരു ഇലക്ട്രോൺ കൊണ്ടുപോയാൽ കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ, ഞാൻ സ്റ്റേബിൾ ആണ്, എനിക്കത് വേണ്ട. ആ രീതി എന്തിനു ആ 1 ഇലക്ട്രോൺ അത് ഡൊണേറ്റ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പൊ ഒരാൾ വന്നു എടുത്തുകൊണ്ട് പോയി, ഹാപ്പി. സെക്കൻഡ് ഇലക്ട്രോൺ അത് തൊട്ട് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റെബിലിറ്റി പോകും. അതുപോലെയാണ് കേട്ടോ. അപ്പൊ ഓർത്ത് നോക്കാം. ഇതേ കൺസേണിൽ ഒരു പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഇതില് ഒരു ടേബിൾ പോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. ആ ടേബിളിൽ ആറ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ സോഡിയത്തിന്റെ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി ലോവർ ആയിരിക്കും, സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി വെരി വെരി ഹൈ ആയിരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം, അങ്ങനെ ഓർത്ത് നോക്കാം. അതുപോലെ Mg2+ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? Mg ഇല്ലേ, മെഗ്നീഷ്യം നോക്കിക്കഴിഞ്ഞാൽ അറിയാം 12 ആണ്. മെഗ്നീഷ്യം 12 എന്ന് പറയുമ്പോൾ എന്താ, 2,8,2 ഉണ്ടോ? ഇതിന്റെ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇലക്ട്രോൺ അവിടെ പോകും, അപ്പൊ 1 ഉണ്ട്. സെക്കൻഡും ഈസി ആയിട്ട് അത് കൊടുക്കും. കാരണം എന്താ, 2 ഇലക്ട്രോൺ പോയാൽ അത്രയും സമാധാനം. ആ രീതിയിലാണ്. അപ്പൊ ഫസ്റ്റും കുറച്ച് എനർജി മതി, സെക്കൻഡും കുറച്ച് മതി. തേർഡ് അയനൈസേഷൻ വെരി ഹൈ വാല്യൂ ആയിരിക്കും. ഉണ്ടോ? ഓർത്ത് നോക്കാം, വെരി ഹൈ വാല്യൂ ആയിരിക്കും. അങ്ങനെയാണ്. കാരണം എന്താ, തേർഡ് എത്തുമ്പോൾ 8 എടുക്കേണ്ടി വരും. ഉണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെയാണ് എലമെന്റുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നത്. ഉണ്ടോ? ഓർത്ത് നോക്കാം ഈ കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് പോവാം കേട്ടോ. അയനൈസേഷൻ എന്താൽപ്പിയുടെ പോയിന്റ് ആണ് നമ്മൾ എഴുതിയത്. ഓക്കെ, അയനൈസേഷൻ എന്താൽപ്പിയിൽ ഒരു പോയിന്റ് കൂടി എഴുതാനുണ്ട് കേട്ടോ. അത് ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഫാക്ടേഴ്സ് ഓഫ് അയനൈസേഷൻ എന്താൽപ്പി. ഫാക്ടേഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ 1, 2 ഫാക്ടേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് അയനൈസേഷൻ എന്താൽപ്പി. അയനൈസേഷൻ എന്താൽപ്പിയില ഒരു പോയിന്റ് കൂടി എഴുതണം കേട്ടോ. ഫാക്ടേഴ്സ് ഓഫ് അയനൈസേഷൻ എന്താൽപ്പി 2 ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അതൊരു ഫസ്റ്റ് കേട്ടോ, ഫസ്റ്റ് ഫാക്ടർ എഴുതാണ്. ഫാക്ടേഴ്സ് ഓഫ് അയനൈസേഷൻ എന്താൽപ്പി. അപ്പൊ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, അതുകൊണ്ടാണ് എഴുതുന്നത്. അതൊരു ഫസ്റ്റ് ഫാക്ടർ, ദ അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ ടുവേഴ്സ് ന്യൂക്ലിയസ്. ദ അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ ടുവേഴ്സ് ദി ന്യൂക്ലിയസ്. The attraction of electron towards the nucleus. The attraction of electron towards the nucleus. Next, അടുത്ത ലൈനില് അടുത്ത പോയിന്റ് സെക്കൻഡ് ഫാക്ടർ ഓർത്തോക. ഫസ്റ്റ് ഫാക്ടർ the attraction of electron towards the nucleus. Second factor the repulsion of electron from each other. The repulsion of electron from each other. The repulsion of electron from each other. Electron repulsion ആണ് അതിനെ പറയാ. Repulsion of electron from each other.
റിപ്പൽഷൻ കേട്ടോ. ഇതിൽ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ നമ്മൾ ഒരുമിച്ച് എഴുതുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ആ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഗാലിയം എന്ന് പറയുന്ന അലൂമിനിയം ഗാലിയം എക്സെപ്ഷൻ ഉണ്ട്, അതുപോലെ ബെർലിയം ബോറോൺ എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ പഠിക്കാൻ അതാണ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മൾ എഴുതി പോവാണ് കേട്ടോ ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഇത്രയും മതി അയനൈസേഷൻ എന്താൽപ്പി. അപ്പൊ അയനൈസേഷൻ എന്താൽപ്പിയിൽ വരുന്ന എക്സെപ്ഷൻസ് നമ്മൾ എഴുതിയിട്ടില്ല. എക്സെപ്ഷൻസ് എല്ലാത്തിന്റെയും കൂടി ഒരുമിച്ചാണ് നമ്മൾ എഴുതാം. അതാണ് ബാക്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ജനറലി എന്തൊക്കെ വരുന്നു എന്നും കൂടി പറയാം. ജനറലി നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്ന പോയിന്റ്, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ, ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയും, അയനൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ്. ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടും, അയനൈസേഷൻ എന്താൽപ്പി ഡിക്രീസസ്. ഇതാണ് എഴുതി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പിയുടെ പോയിന്റ് എഴുതി, ഫാക്ടേഴ്സ് എഴുതി കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. നെക്സ്റ്റ് ഹെഡിങ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. when an electron is added to a neutral gaseous atom, when an electron is added to a neutral gaseous atom, when an electron is added to a neutral gaseous atom to convert it into a negative ion, to convert it into a negative ion. When an electron is added to a neutral gaseous atom to convert it into a negative ion, comma, the enthalpy change of this process is known as electron gain enthalpy. The enthalpy change of the process is defined as the electron gain enthalpy. The enthalpy change of this process is defined as the electron gain enthalpy. ഇപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവിലാണ് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ഓർത്തോക നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്നൊക്കെയാണ് നമ്മൾ പറയാം. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം കേട്ടോ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. നെക്സ്റ്റ് ലൈനിൽ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. Electron gain enthalpy become more negative. Electron gain enthalpy become more negative. Electron gain enthalpy become more negative. Electron gain enthalpy becomes more negative with increases in the atomic number. Across a period. Full stop. The effective nuclear charge increases from left to right. The effective nuclear charge increases from left to right
across a period across a period and consequently it will be easier to add an electron to a smaller atom അത്രേ ഉള്ളൂ. അപ്പോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്ന വേർഡ് നമുക്ക് നോക്കാം. നേരത്തെ എഴുതിയേക്കുന്ന ഒരു ക്ലോറിന്റെ അതേ എക്സാമ്പിൾ അല്ലെങ്കിൽ ഫ്ലൂറിന്റെ എക്സാമ്പിൾ ഒക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത്. Cl പ്ലസ് 1 ഇലക്ട്രോൺ എന്താവും? Cl മൈനസ്. ഇവിടെ നോക്കാം, ഈ Cl ഇവിടെ നിൽക്കുന്നു, 1 ഇലക്ട്രോൺ അത് ഗെയിൻ ചെയ്തു, Cl മൈനസ്. ഇവിടെ വരുന്ന അയഡൈസേഷൻ എൻതാൽപ്പിയിൽ വരുന്ന ഡിഫറൻസിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് നമ്മൾ പറയാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ ഇ ജി എച്ച് എന്നാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ്. അപ്പൊ ഹെഡിങ്ങിൽ അവിടെ ഒന്ന് കൊടുക്കണം കേട്ടോ, ഡെൽറ്റ ഇ ജി എച്ച് ഹെഡിങ്ങിൽ എഴുതണം കേട്ടോ. ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇ ജി എച്ച്. അപ്പോ Cl 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അപ്പൊ ഈ Cl നമ്മളുടെ ഡിഫറൻസ് ഓഫ് എനർജി, അതിനെയാണ് നമ്മളെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവിലാണ് റെപ്രസെന്റ് ചെയ്യുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസി ടു ഗെയിൻ എന്നാണ് ആക്ച്വലി അതിന്റെ മീനിങ്. ഈസി ടു ഗെയിൻ എന്നുള്ളതാണ്. അപ്പോ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ കൂടും എന്നാണ് അർത്ഥം. നെഗറ്റീവ് വാല്യൂ. അപ്പോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവിലാണ് കൂടുതൽ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്നിരിക്കണം. ഇപ്പോ ഇവിടെ ഒരാൾ പറയാണ്, ആക്ച്വലി ഇപ്പോ അമൻ പറയാണ്, ഞാൻ ഇന്ന് 0 വർക്ക് ചെയ്തു. അതിന്റെ മീനിങ് എന്തായിരിക്കും? നിങ്ങൾ പറ. 0 എനർജി എടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? എനർജി അല്ലെ, ഒന്നും ചെയ്തില്ല എന്നർത്ഥം അല്ലെ, ഓർത്ത് നോക്കുക. അതിന് പകരം വേറൊരാൾ പറയാണ്, ഞാൻ നെഗറ്റീവ് എനർജി യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവൻ ജോലി ചെയ്തു എന്നാണോ അതിന്റെ അർത്ഥം, അതോ എന്താണ്? ഒരാൾ പറയാണ്, ഞാൻ ഇന്ന് 10 എനർജി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെ, ആ വർക്ക് അയാൾ 10 എനർജി കൊടുത്തു. അതിന് പകരം പറയാണ് നെഗറ്റീവ് എനർജി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഗെയിൻ ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓർത്ത് നോക്കുക, ഇപ്പൊ ക്രിസ് ആണ് പറയാണ്, ഇന്ന് ഞാൻ -70 എനർജി ചെയ്തു എന്ന് പറഞ്ഞാൽ ക്രിസ് അവിടെ വെറുതെ ഇരിക്കുന്നു, ഞാൻ വന്ന് കേക്ക് ഒക്കെ കൊണ്ടുവന്ന് ക്രിസിന് കൊടുക്കുന്നു, ക്രിസ് ഇങ്ങനെ കഴിക്കുന്നു കേട്ടോ. ഓർത്ത് നോക്കുക അല്ലെ, വളരെ ഹാപ്പി, ഒരു എനർജിയും 0-യിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു അവിടെ അല്ലെ, ഓർത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഈസി ടു ഗെയിൻ ആണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്രിസിന് ഞാനത് ഒരു കേക്ക് കൊടുക്കുന്ന സമയത്ത് ക്രിസ് അത് റിസീവ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്താണ് ആക്ച്വലി നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ, ആ നെഗറ്റീവിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, അയാൾ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ലൂസ് ചെയ്യുന്നില്ല. പ്ലസ് വന്നാൽ എന്താണ്? ലൂസ് ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. ഇനി വേറൊരു ഇഷ്യൂ വരും, ഏതെന്താ നോക്കിയാൽ, അത് ഇവിടെ നോക്കിയേ, Cl 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ അത് 2,8 ആകും. ഇവിടെ ശ്രദ്ധിക്കുക, 2,8,8 ക്ലോറിൻ ആറ്റമിക് നമ്പർ 17 ആണ്. അപ്പൊ ഔട്ടർ മോസ്റ്റിൽ സ്റ്റേബിൾ ആകും കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി സോഡിയം ആണെന്ന് കരുതുക. സോഡിയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോഡിയത്തിന് 2,8,1 ആണ്. ഇതിലേക്ക് ഒരു 1 ഇലക്ട്രോൺ കൊടുത്താൽ എന്ത് പറ്റും? 1 ഇലക്ട്രോൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ അമൻ ഫുഡൊക്കെ കഴിച്ച് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വന്നിട്ട് അമന് വലിയൊരു ഒരു ചിക്കൻ അങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ അമന് കഴിച്ചില്ലെങ്കിൽ നിന്നെ തല്ലി ശരിയാക്കൂടാ എന്ന് പറഞ്ഞു വരികയാണ്. അമനാണെങ്കിൽ വായടച്ചു വെക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ എനർജി ഗെയിൻ ഇലക്ട്രോണിന് പറ്റുമോ? ഇല്ല. അങ്ങനെ വന്നാൽ ഇത് പോസിറ്റീവ് വരും. അപ്പോൾ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈസി ടു ഗെയിൻ എന്നാണ് അതിന്റെ മീനിങ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അപ്പോ നമ്മൾ ഇനി പറയാൻ പോകുന്ന പോയിന്റ്, ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിന് പവർ കൊണ്ട് അതിന് റിസീവ് ചെയ്യുന്നു. പക്ഷെ ഈ നോബിൾ ഗ്യാസിനെ കൂട്ടൂല. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊന്നും നോബിൾ ഗ്യാസിനെ വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ
അവിടെ ഓർത്ത് നോക്കുക. ഇപ്പൊ എഴുതുന്ന ലെഫ്റ്റ് ടു റൈറ്റിൽ ആരുടെയും നോബിൾ ഗ്യാസ് ഇല്ല എന്നുള്ള രീതിയിലാണ്. കാരണം എന്താ, നോബിൾ ഗ്യാസ് ആരായിട്ട് റിയാക്ട് ചെയ്യൂല, മിണ്ടൂല, മാറിയിക്കാണ്. അപ്പൊ അത് ഒഴിച്ച്, നോബിൾ ഗ്യാസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നോക്കി കഴിഞ്ഞാൽ അറിയാം ലെഫ്റ്റ് ടു റൈറ്റ് നെഗറ്റീവ് വാല്യൂ ഇൻക്രീസസ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ ഈസി ടു ഗെയിൻ ഇലക്ട്രോൺ എന്നാണ് അതിന്റെ മീനിങ്. ഈസി ടു ഗെയിൻ ഇലക്ട്രോൺ. അത് നെഗറ്റീവ് ആവാൻ കാരണം അത് റിസീവ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, സോഡിയം. ഇത് കണ്ടോ, ഇവിടെ നോക്കിയേ, ഈ സോഡിയത്തിന് ഓൾറെഡി ഫിൽഡ് ആണ്. അത് ഇലക്ട്രോൺ കൊടുത്താലും എന്ത് ചെയ്യും അല്ലെ, ആ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യില്ല. പിന്നെ എന്ത് ചെയ്യണം, ഫോഴ്സ്ഫുള്ളി ഒക്കെ കൊടുക്കണം, എങ്കിലും അത് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യാനായിട്ട്. കാരണം അതിന് ആവശ്യമില്ല, അത് സ്റ്റേബിൾ ആണ് വരുന്നത്. അപ്പൊ അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓർത്ത് നോക്കാം. അവിടെ അടുത്ത പോയിന്റ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക്, എന്നാലും നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം. ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് എഴുതുക കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ് ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്. ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്താ, സോറി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നേരത്തെ അതേ പോയിന്റ് തന്നെയാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ് ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്. ഇതേ വേർഡ് തന്നെയല്ലേ മറ്റേ എഴുതിയത്, അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാ. സൈസ് കുറയും, സൈസ് കുറയുമ്പോൾ ന്യൂക്ലിയസിന് ചാർജ് കൂടും. അതുകൊണ്ടാണ് ആ വേർഡ് ടെക്സ്റ്റ് ബുക്കിൽ എന്നുള്ള വേർഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, എക്സെപ്ഷൻസ് ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നോക്കുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. അടുത്ത വേർഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. നെക്സ്റ്റ് ഹെഡിങ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ. എല്ലാവരും എഴുതാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി എഴുതി വെക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ ആദ്യം എഴുതുകയാണ്. എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദി, ഫസ്റ്റ് പോയിന്റ് കേട്ടോ, എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദി, എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം, ability of an atom, a qualitative measure of the ability of an atom, a qualitative measure of the ability of an atom in a chemical compound, in a chemical compound to attract shared electron, a qualitative measure of the ability of an atom in a chemical compound to attract shared electron to itself. Shared electron to itself is called electronegativity. A qualitative measure of the ability of an atom in a chemical compound to attract shared electron to itself is called electronegativity. ഓർത്തുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ ഇതിലൊക്കെ ഉപയോഗിച്ചത് എനർജി എന്നുള്ള വേർഡാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റേറ്റീവ് മെഷർ അല്ലെ, പിന്നെ ഒരു വേർഡ് അട്രാക്ട് ഇലക്ട്രോൺ. അപ്പോ ഇവിടെ ഓർത്തു നോക്കുക, ഇവിടെ എനർജി എന്ന് പറയുന്ന ഒരു ടേം അല്ല, പല ഫാക്ടേഴ്സ് അനുസരിച്ചിട്ട് പല സയന്റിസ്റ്റ് ആയിട്ട് ഉള്ള ആൾക്കാര് ഈ ഒരു മെഷർ ചെയ്യാണ്, ആക്ച്വലി അട്രാക്ട് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് ഉള്ളൊരു മെഷർമെന്റ് ആണ് ആക്ച്വലി. അപ്പൊ ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ ഗെയിനും താല്പര്യം ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതൊന്ന് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവണം, എങ്കിൽ അത് കറക്റ്റ് ആവും. ഇപ്പോ ഇവിടെ ഒരു ബീക്കർ ഇരിക്കുന്നു, ഇതൊരു ആറ്റം ആണെന്ന് കരുതാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു ബീക്കർ, ഇതൊരു ആറ്റം ആണ് എന്ന് കരുതുക. ദെൻ ഇതൊരു ഇലക്ട്രോൺ ആണ്, ഇതൊരു ആറ്റം, ഇതൊരു ഇലക്ട്രോൺ. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നിന്ന് ഈ ആറ്റം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഡിവൈസ് ഒരു ആറ്റം ആയിട്ടാണ് നമ്മൾ കണ്ടത്, ഒരു സ്മോൾ ബീക്കർ ആണ്, ഇതൊരു ആറ്റം ആണെന്ന് കരുതാം. ഈ ആറ്റത്തിന് ഇത് അട്രാക്ട് ചെയ്യണം ആക്ച്വലി. ഈ ആറ്റത്തിന് ഈ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്ത്, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്തിട്ട് ഇത് ഇവിടെയും വരെ എത്തുന്നു. ഇതുണ്ട്, ഇതിന്റെ അകത്തേക്ക് വന്നിട്ടില്ല, ഇത് ഇവിടെയും വരെ എത്തുന്നു. ഈ ഒരു പ്രോസസ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താ, എബിലിറ്റി ടു അട്രാക്ട്. എബിലിറ്റി ടു അട്രാക്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്.
ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇവിടെ എത്തി ഇതിന്റെ അകത്തേക്ക് കയറില്ലേ, ഈ എനർജിയാണ് എന്താ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തേക്ക് കയറുന്ന എനർജിയാണ്. ആക്ച്വലി ആറ്റത്തിനകത്ത് കയറി സ്റ്റേബിൾ ആയി. നമ്മൾ പറഞ്ഞു Cl മൈനസ്, അത് റിസീവ് ചെയ്ത് Cl മൈനസ് ആയിട്ട് മുകളിലേക്ക് വരണം. ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ അത് പല സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പല സ്കെയിലാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ പോളി സ്കെയിൽ എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂസ് കുറച്ച് കാണാതെ പഠിക്കാനുണ്ട് ആക്ച്വലി വരുന്നത് കേട്ടോ. പൗളിംഗ് സ്കെയിൽ, PAULING, പൗളിംഗ് സ്കെയിലില് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വാല്യൂസ് ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ, ഓർത്ത് നോക്കാം. വാല്യൂ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അടുത്ത പോയിന്റ് കേട്ടോ, വാല്യൂ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. വാല്യൂ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഫ്ലൂറിൻ ആണ്. ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഫ്ലൂറിൻ കേട്ടോ, ഫ്ലൂറിൻ ആണ് ഹയസ്റ്റ്, ഏറ്റവും ഹയസ്റ്റ് ഫ്ലൂറിൻ. വാല്യൂ 4 കേട്ടോ. ഓർത്തോ, റാങ്ക് കൊടുക്കുന്ന പോലെയാണ്. 4 എന്ന് പറയുന്ന ഒരു, ഇപ്പൊ നമ്മൾ അറിയാലോ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവര് ഇന്ന സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. ഓർത്തോ, അവരുടെ റൂമിന് ഇത്ര സ്പെസിഫിക്കേഷൻ, അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നു. ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ ആ 5 സ്റ്റാർ എന്ന് പറയുന്നത്. 4 സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ അടുത്ത അതുപോലെ ഒരു വാല്യൂ ആണ്. റാങ്ക് ഒക്കെ കൊടുക്കൂലേ അല്ലെ, പുറത്തു നോക്കുക, റാങ്ക് കൊടുക്കുന്ന പോലെയാണ് ആക്ച്വലി വരുന്നത്. ഇപ്പൊ അവൻ ഫസ്റ്റ് റാങ്ക് ആണ് അവന്റെ സ്കൂളില്, ക്രിസും ഫസ്റ്റ് റാങ്ക് ആണ്, രണ്ടുപേർക്കും ഈക്വൽ മാർക്ക് ആയിരിക്കും. അവന് നിർബന്ധമുണ്ടോ? ചിലപ്പോ ഒരാൾക്ക് 98 ആയിരിക്കും, മറ്റേ ആൾക്ക് അല്ലെ. അപ്പൊ റാങ്ക് എന്ന് പറയുന്നത് ആ ക്ലാസ്സില് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയേക്കുന്ന ഒരാള്. പല പല ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ആ സ്കൂളിലെ ടീച്ചറിന്റെ ഒരു ഫാക്ടർ, എഴുതിയേക്കുന്ന ഫാക്ടേഴ്സ്, അതൊക്കെ നോക്കി കമ്പാരിറ്റീവ്ലി ഒരാളെ വരാണ് ആക്ച്വലി. അതുപോലെയാണ് ഇവിടെ നമ്മൾ ഫ്ലൂറിനാണ് ഏറ്റവും ഹയസ്റ്റ് റാങ്ക് 4 ആണ്. സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. വാല്യൂ എന്ന് പറയുന്ന റാങ്ക് 3.5, പോളി സ്കെയിലാണ്, അതിൽ 3.5 കേട്ടോ. ഫ്ലൂറിൻ, ഓക്സിജൻ വാല്യൂസ് ഒക്കെ ഒന്ന് എടുത്തെഴുതാം. അതുപോലെ നെക്സ്റ്റ് വരുന്നത് നൈട്രജനും ക്ലോറിനും ഒരേ വാല്യൂ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, നൈട്രജൻ ആണ് കുറച്ചും കൂടി വാല്യൂ വരുന്നത് 3, അത് കഴിഞ്ഞാൽ ക്ലോറിൻ. രണ്ടുപേർക്കും ഒരേ വാല്യൂ ആണ് ആക്ച്വലി. ചെറുതായിട്ട് നൈട്രജൻ ഹൈ ആണ്, ഒരേ ടൈപ്പ് വന്നാലും കേട്ടോ. ഓർത്ത് നോക്കാം, വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതി കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് ഫ്ലൂറിൻ, സെക്കൻഡ് ഹയസ്റ്റ് 3.5, 3. ഇത്രയും ഒന്ന് വാല്യൂസ് കാണാതെ പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വാല്യൂസ് ആണ് കേട്ടോ. 4, 3.5, 3. 4, 3.5, 3. ഇനി നെക്സ്റ്റ് പോയിന്റ് നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നോക്കുകയാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം, അടുത്ത ലൈനിൽ എഴുതി വെക്കാം. ഇനി പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. നേരത്തെ പോലെ തന്നെയാണ്, എല്ലാത്തിന്റെയും ഒരേപോലെയാണ് എഴുതി വെക്കുന്നത്, അതുപോലെ കിട്ടാൻ വേണ്ടിയാണ്. ഇനി പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. അട്രാക്ട്, കാരണം എന്താ, സൈസ് കുറയും അല്ലെ. സൈസ് കുറയുമ്പോൾ കൂടുതലായിട്ട് ഇലക്ട്രോൺ അത് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് electronegativity increases. Electronegativity increases and down the group decreases. In a periodic table, left to right, electron negativity increases and down the group decreases. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പീരിയോഡിസിറ്റി ഓഫ് വാലൻസി ഓർ ഓക്സിഡേഷൻ ആണ്. വാലൻസി ഓക്സിഡേഷൻ നമ്മൾ പീരിയോഡിക് ടേബിളിൽ അവിടെ എഴുതി കഴിഞ്ഞിരുന്നു. ഏറ്റവും മുകളിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് എത്രയായിരിക്കും അതിന്റെ ഓക്സിഡേഷൻ അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിന് എന്തായിരുന്നു അവിടെ ഓർത്തോ. അടുത്ത ഹെഡിങ് നമ്മൾ എഴുതില്ല, എല്ലാം നമുക്ക് അറിയണം. പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് എന്തായിരുന്നു വാലൻസി 1 അല്ലെ. അതിന്റെ മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതണം. സെക്കൻഡ് ഗ്രൂപ്പ് വാലൻസി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 അല്ലെ, 2. ദെൻ അത് കഴിഞ്ഞ 13th ഗ്രൂപ്പ് ബോറോൺ അലൂമിനിയം വാലൻസി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 കേട്ടോ. 3 എന്ന് പറഞ്ഞാൽ എന്താ, +3 എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ അത് ലൂസ് ചെയ്യും. അതാണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വാലൻസി എന്ന് പറയുന്നത് കമ്പൈനിങ് കപ്പാസിറ്റി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ രണ്ട് കമ്പയർ ചെയ്ത് ഓർത്ത് നോക്കാം.
Then നെക്സ്റ്റ് 14th ഗ്രൂപ്പ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം അല്ലെ, ആ ഗ്രൂപ്പിന്റെ മുകളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് +4 ഓർ -4 ആണ് എന്ന് പറഞ്ഞാൽ 4 ആണ് ജനറലി വാലൻസി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ ലൂസ് ചെയ്യാം, 4 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി നൈട്രജൻ ഫാമിലി ജനറലി, കാരണം അതിന് ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട്, ജനറലി ആ ഫാമിലിയിൽ വരുന്നത് വാലൻസി 3 എഴുതിയിട്ടുണ്ട്. ഓക്സിജന്റെ ജനറലി വാലൻസി 2, അത് കഴിഞ്ഞ ഹാലജൻ വാലൻസി 1 കേട്ടോ, ഓർത്തുക. എന്നിട്ട് ക്രോസ് ചെയ്യുന്നതാണ് ആക്ച്വലി എഴുതിയേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി എഴുതിയേക്കുന്നതാണ്, അപ്പൊ ആ ഹെഡിങ് എഴുതില്ല, കാരണം എന്താ, വാലൻസി എന്ന് പറയുന്നത് അവിടെ തീരുകയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്. anomalous properties of second period element. Anomalous properties of second period element. Anomalous properties of second period element. അപ്പൊ ആരാണ് സെക്കൻഡ് പീരീഡ്? ഇവിടെ നോക്കിയേ, ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് പീരീഡ്. ആർക്കെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. ഓർത്ത് നോക്കുക, ഇതാണ് ഫസ്റ്റ് പീരീഡ് അല്ലെ, ഇത് ഫസ്റ്റ് പീരീഡ് ആണ്. ഇതാണ് സെക്കൻഡ് പീരീഡ് ആണോ, ഓർത്ത് നോക്കുക, സെക്കൻഡ് പീരീഡ്. ഇത് തേർഡ് പീരീഡ്, ഇത് ഫോർത്ത് അല്ലെ, ഇങ്ങനെ പോവാണ്. ഇതാണ് പീരീഡ് എന്ന് പറഞ്ഞ ഇങ്ങനെ അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ ഈ പീരീഡില് സെക്കൻഡ് പീരീഡിന്റെ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലിഥിയം ആണോ, ലിഥിയത്തിന് ഈ ഗ്രൂപ്പാണ്, ഈ ലിഥിയം എന്ന് പറയുന്ന ഒരേ ഗ്രൂപ്പാണ് അല്ലെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അവർ ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പിന് ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും, കാരണം എന്താ, വാലൻസ് ഇലക്ട്രോൺ, ആ ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ലിഥിയം +1 ആയിരിക്കും, പൊട്ടാസ്യം അല്ലെ, അതിന്റെ തൊട്ട് താഴെ പൊട്ടാസ്യം +1, അങ്ങനെ ആ ഗ്രൂപ്പ് സോഡിയം +1, അവരെല്ലാവരും ഒരേ 1 ഇലക്ട്രോൺ ലൂസ് ചെയ്യും. അതുകൊണ്ട് അതിന്റെ വാലൻസി 1 ആയിരിക്കും. ഏകദേശം സിമിലർ പ്രോപ്പർട്ടി ആയിരിക്കും. അവരൊക്കെ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്ത എന്താണ്, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണ്. പക്ഷെ അനോമലസ് പ്രോപ്പർട്ടീസ് അതിൽ കാണിക്കുന്ന അത് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നാണ് അതിനെ പറയാം. അത് ഇത്രയേ ഉള്ളൂ. ഈ ലിഥിയം മെഗ്നീഷ്യം, ഇത് നോക്കിയേ, ഈ ലിഥിയം മെഗ്നീഷ്യം പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കും, ഡയഗണൽ റിലേഷൻഷിപ്പ്. അതുപോലെ ബെർലിയവും അലൂമിനിയവും ഡയഗണലി, ബെർലിയവും അലൂമിനിയവും വേറെ ഗ്രൂപ്പാണ്, പക്ഷെ അവര് തമ്മിൽ എന്തുണ്ട്, ഒരു പ്രോപ്പർട്ടി ഒരേപോലെ കാണിക്കുന്നു കേട്ടോ, ഓർത്ത് നോക്കുക. അതേ ഇവിടെ നോക്കിയേ, ബെർലിയം ആൻഡ് അലൂമിനിയം ഇവര് തമ്മിൽ എന്താണ്, ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നു. അങ്ങനെ വന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് അതിന് അല്ലെ, അനോമലസ് ആണ്, നോർമൽ അല്ല, അത് ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ഇമ്പോർട്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് അതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ആ ഒരു പോയിന്റ് ഒന്ന് എഴുതാൻ പോവാണ് കേട്ടോ. ഓക്കെ, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്, അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക കേട്ടോ. In fact, the behavior of lithium and beryllium, in fact, the behavior of lithium and beryllium, in fact, the behavior of lithium and beryllium, lithium and beryllium is more similar with, is more similar with, is more similar with the second element of the following group, is more similar with second element of the following group, second element of the following group, that is magnesium and aluminum. And ഓർത്തു നോക്കുക, അതെ, ലിഥിയത്തിന് മെഗ്നീഷ്യം, ബെർലിയത്തിന് അലൂമിനിയം, അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് മെഗ്നീഷ്യം ആൻഡ് അലൂമിനിയം റെസ്പെക്റ്റീവ്ലി, ദാറ്റ് ഈസ് മെഗ്നീഷ്യം ആൻഡ് അലൂമിനിയം റെസ്പെക്റ്റീവ്ലി, ദാറ്റ് ഈസ് മെഗ്നീഷ്യം ആൻഡ് അലൂമിനിയം കേട്ടോ, മനസ്സിലാക്കുക കേട്ടോ. ലിഥിയത്തിന് മെഗ്നീഷ്യവും ബെർലിയത്തിന് അലൂമിനിയം, അതാണ് റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മെഗ്നീഷ്യം ആൻഡ് അലൂമിനിയം റെസ്പെക്റ്റീവ്ലി. സ്റ്റോപ്പ്. This sort of similarity, this sort of similarity, SORT, sort of similarity is commonly referred to as diagonal relationship, is commonly referred to as diagonal relationship, diagonal relationship
in the periodic properties. Diagonal relationship in the periodic properties. Diagonal relationship in the periodic properties. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് ആ ഡയഗണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അനോമലസ് ബിഹേവിയർ കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു മെയിൻ ആയിട്ടൊരു ഹെഡിങ് കൂടിയുള്ളൂ ഈ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ നേരത്തെ എടുത്തേക്കുന്ന ആ ടോപ്പിക്കിലെല്ലാം എക്സെപ്ഷൻ ഉണ്ട്, ഓർത്ത് നോക്കുക. സൈസിൽ എക്സെപ്ഷൻ ഉണ്ട്, അതുപോലെ അയണൈസേഷൻ എന്താൽപി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി, അതിലൊക്കെ എക്സെപ്ഷൻ. അതാണ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലാസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങും ആ എക്സെപ്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നമുക്ക് എഴുതി ക്ലിയർ ചെയ്ത് പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ അടുത്ത ഇത് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ എഴുതും, എന്നിട്ട് അത് എഴുതും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സെപ്ഷൻ ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആ എക്സെപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതി നമുക്ക് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും വരെയുള്ള ഒന്ന് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം. നമുക്ക് പഠിച്ച ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ചോദിക്കും കേട്ടോ. ഓർത്തോക്ക, ആരും പോവല്ലേ കേട്ടോ. ഓർത്തോക്ക, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാനാണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മെയിൻ ആയിട്ട് ആദ്യം എടുത്തത് മെറ്റൽ, പിന്നെന്തായിരുന്നു നോൺ മെറ്റൽ, മെറ്റലോയിഡ്സ്. ആരാണ് മെറ്റൽസ് അല്ലെ? മെറ്റൽസ് എന്ന് പറയുന്ന സമയത്ത് പീരിയോഡിക് ടേബിളില് ഓൾമോസ്റ്റ് ഈ ലെഫ്റ്റില് അല്ലെ മേജർ പോർഷൻ ആണ് എസ്, ഡി ആൻഡ് എഫ്. അവരൊക്കെ മെറ്റൽസ് ആണ്. പി ബ്ലോക്കിൽ ഈ താഴെയുള്ള ആൾക്കാരെല്ലാം എന്തായിരുന്നു? മെറ്റൽസ് ആയിരുന്നു കേട്ടോ. ഓർത്തോക്ക, അതാണ് ആദ്യം മെറ്റൽ പറഞ്ഞത്. അത് കഴിഞ്ഞ് നോൺ മെറ്റൽ അല്ലെ. നോൺ മെറ്റൽ എന്ന് പറയുമ്പോൾ സോളിഡ് ഓർ ഗ്യാസ് ആണ്. സോളിഡ് ഓർ ഗ്യാസ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഓക്സിജൻ, ഫ്ലൂറിനൊക്കെ ഗ്യാസ് സ്റ്റേജ് ആണ്. സൾഫർ സോളിഡ് ആണ് അല്ലെ. ഓർത്തോക്ക, ഫോസ്ഫറസ് സോളിഡ് ആണ്. അപ്പോൾ അവരൊക്കെ നോൺ മെറ്റൽസ് കാറ്റഗറി ആണ് ആക്ച്വലി എഴുതിയത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മെറ്റലോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 6 ആക്ട് പാറ്റേണിൽ വരുന്നുണ്ട് അല്ലെ. ഗാലിയം, ജർമേനിയം ഇങ്ങനെ പറയുന്ന ആ 6 ആക്ട് പാറ്റേൺ ആണ്. അതിന്റെ എക്സാമ്പിളൊക്കെ നമ്മൾ എഴുതി. ആർസനിക് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ട്രെൻഡ് അല്ലെ. പിന്നെയാണ് നമ്മൾ ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത് എഴുതി. അതാണ് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ കിടക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അയണിക് സൈസ് ഓർ ആറ്റമിക് റേഡിയസ് അല്ലെ. ഓർത്തോക്ക, സൈസ് ഓർ റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം എന്താ? ന്യൂക്ലിയസിന് ചാർജ് കൂടും അല്ലെ. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്രോട്ടോൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇൻ എ പീരിയോഡിക് ടേബിൾ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഡിക്രീസസ്. ദിസ് ഇസ് ഡ്യൂ ടു ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് പറ്റി? സൈസ് ഇൻക്രീസസ്. ഷെൽ ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. KLM അങ്ങനെ സൈസ് ഇൻക്രീസ് ചെയ്യാണ് ഡൗൺ ദ ഗ്രൂപ്പിൽ വരുമ്പോൾ. അത് എഴുതി. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പൊസിഷൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ പീരിയോഡിക് ടേബിൾ വീണ്ടും വീണ്ടും വരക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പീരിയോഡിക് ടേബിളിൽ പൊസിഷൻ അറിയാനില്ലെങ്കിൽ ഈ ചാപ്റ്റർ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അതാദ്യം പറയാം. അപ്പൊ നിങ്ങൾക്ക് കാണാതെ ആറ്റമിക് നമ്പർ അറിയാം, ഒരു ഉപകാരമില്ല. കാരണം എന്താ? ഇതിന്റെ പൊസിഷൻ അറിയണം. അലൂമിനിയം കഴിഞ്ഞ ഗാലിയോ ആണ്, കാർബൺ കഴിഞ്ഞ സിലിക്കൺ ആണ്. ഈ പൊസിഷൻ അറിയില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ പീരിയോഡിക് ടേബിൾ വരച്ചു തന്നേക്കുന്നത് വെറുതെ കണ്ണുകൊണ്ട് നോക്കാനല്ല, നിങ്ങൾക്ക് ആ പൊസിഷൻ കിട്ടണം. അപ്പൊ പറഞ്ഞു നോക്കണം. ബോറോൺ അതിന്റെ തൊട്ട് താഴെ ഉള്ളത് ആരാണ് അല്ലെ? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അങ്ങനെ ഏകദേശം കിട്ടണം. ഈ 3 എണ്ണമെങ്കിലും കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ലെവലിൽ ഒരു 3 ഈ 3 കാർബൺ, സിലിക്കൺ, ജർമേനിയം, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക് അത്രയെങ്കിലും നിങ്ങൾ ആദ്യം മര്യാദക്ക് പഠിക്കുക. കാരണം ഈ റീസെന്റ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് ആ പൊസിഷൻ കിട്ടിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പൊസിഷൻ വേണം, അതാണ് ആദ്യം വേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞു കാറ്റയോൺ എന്ന് പറയുമ്പോൾ എന്താണ്? റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ്, അപ്പൊ സൈസ് കുറയും. ആനയോൺ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്, അപ്പൊ സൈസ് അല്ലെ ഇൻക്രീസ് ചെയ്യും. ആ ഒരു പോയിന്റ് എഴുതി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ സൈസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയാണ് അയണൈസേഷൻ എന്താൽപി. ആ സൈസിന്റെ ഒപ്പം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഒക്കെ എഴുതി കേട്ടോ. ഓർത്തോക, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ. അത് കഴിഞ്ഞിട്ട് അയണൈസേഷൻ എന്താൽപി, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതിന്റെ ട്രെൻഡ്സ് ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്താൽപി increases and down the group decreases. The next heading electron gain enthalpy അല്ലെ. ഓർത്തോക, Cl മൈനസ് ആവാണ്. അപ്പൊ എന്താണ് അല്ലെ? എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെ ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം ആൻഡ് എന്താണ് ആനിയോൺ. അപ്പൊ ആ ഡിഫറൻസ് ആണെന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ എന്തെഴുതി അല്ലെ? ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ജനറലി നെഗറ്റീവ് വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ടു ഗെയിൻ എന്നാണ്. അതൊക്കെ എടുത്ത് പറഞ്ഞു. ആ വാല്യൂ എന്ത് പറ്റും? ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ് ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എഴുതിയതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അവിടെ ദ എബിലിറ്റി ടു അട്രാക്ട് ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെ. ഓർത്തോക, ആ വേർഡ് ഓർത്തോക, എബിലിറ്റി എന്നുള്ളതാണ്. ഏറ്റവും ഹൈസ്റ്റ് വരുന്നത് അതിന് ഫ്ലൂറിൻ ആണ് അല്ലെ. ഫ്ലൂറിൻ. അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ. ഫ്ലൂറിന്റെ വാല്യൂ 4 ആണ്, ഓക്സിജന്റെ വാല്യൂ 3.5 അല്ലെ. ബാക്കി രണ്ടുപേരും ഏകദേശം ഒരേ വാല്യൂ ആണ്, നൈട്രജൻ ആൻഡ് ക്ലോറിൻ.
ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ എഴുതിയ ഹെഡിങ് എന്ന് പറഞ്ഞ ഈ ഒരു പാറ്റേൺ ഒന്ന് ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ എഴുതിയത് ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ്, ഏറ്റവും ലാസ്റ്റത്തെ. ഓർത്ത് വെക്കാം. ഈ ഹെഡിങ്സുകളും പോയിന്റ്സും ഒക്കെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് ഓർത്ത് വെക്കണം. എന്നാലാണ് നമുക്ക് ഇതിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടുള്ളൂ. ഓർത്ത് വെക്കാം. പഠിച്ചിട്ട് വരണം അടുത്ത ദിവസം. ഓർത്ത് വെക്കാം. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലെ. അവിടുത്തെ ഒരു വയനാട് എല്ലാവർക്കും വലിയ വിഷമമുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓർത്ത് വെക്കാം. അതുപോലെ ഇപ്പൊ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിലും എല്ലാവരും കെയർ ആയിട്ടൊക്കെ പോവാം. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തു കേട്ടോ. ഓക്കെ.